ഒന്നാം ലോക മഹായുദ്ധം ഒരു കഥയുടെ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഈ വീഡിയോ സീരീസിൻ്റെ മൂന്നാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ എപ്പിസോഡുകൾ കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. ആദ്യത്തെ എപ്പിസോഡുകൾ ഒരു പ്ലേലിസ്റ്റിലാക്കി ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്, പരിശോധിക്കുക. ഇറ്റലി ഓസ്ട്രോ ഹംഗേറിയനെയും ജർമ്മനിയെയും ചതിച്ചിരിക്കുന്നു. ഒപ്പം നിൽക്കുമെന്നാണ് അവർ കരുതിയിരുന്നത്. പക്ഷേ ഒപ്പം നിന്നില്ല. ഒപ്പം നിന്നില്ലെന്ന് മാത്രമല്ല, ശത്രുചേരിയുടെ ഒരു ഭാഗമായി മാറുകയും ചെയ്തു. അതിനുവേണ്ടി ബ്രിട്ടനും ഫ്രാൻസും റഷ്യയും വാഗ്ദാനം ചെയ്തത് കുറേയധികം ഭൂമിയാണ്. ആ ഭൂമിക്ക് വേണ്ടി ഒപ്പം നിന്ന ആളുകളെ, ഒപ്പം നിന്ന രാജ്യങ്ങളെ ഇറ്റലി ചതിച്ചു. അങ്ങനെയാണ് 1915 ജൂൺ മാസം 23 ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ഇസൊൻസോ ആരംഭിക്കുന്നത്. ഇസൊൻസോ എന്ന് പറയുന്നത് ഒരു നദിയാണ്. ആ നദിയുടെ തീരത്തോട് ചേർന്നിട്ടായിരുന്നു ഈ യുദ്ധം അരങ്ങേറിയത്. ഇറ്റലിയുടെ ഭാഗത്തു നിന്നും 2 ലക്ഷം സൈനികരുണ്ടായിരുന്നു. എന്നാൽ ഓസ്ട്രോ ഹംഗേറിയന് അത്രയധികം ആളുകളെ അവിടെ എത്തിക്കാൻ സാധിക്കുമായിരുന്നില്ല. കാരണം അവർ ഒരേ സമയം തന്നെ റഷ്യയുമായിട്ട് പോരാടുന്നുണ്ട്, ഫ്രാൻസുമായിട്ട് പോരാടുന്നുണ്ട്, ബ്രിട്ടനുമായിട്ട് പോരാടുന്നുണ്ട്. അതിനിടയിൽ കൂടിയാണ് ഇങ്ങനൊരു യുദ്ധം കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അവർ 1 ലക്ഷം സൈനികരെയാണ് അതിർത്തിയിൽ ഈ ഇസൊൻസോ നദിയുടെ തീരത്തേക്ക് എത്തിക്കുന്നത്. ശക്തമായിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു. പക്ഷേ ഇറ്റലിക്ക് അറിയാവുന്ന തരത്തിലുള്ള ഒരു ടെറൈൻ ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. പുഴ ഒഴുകുന്നുണ്ട്, എന്നാൽ പുഴയോട് ചേർന്ന് ഒരുപാട് മലനിരകൾ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള മലനിരകളിൽ യുദ്ധം ചെയ്തിട്ടുള്ള പരിചയം ഇറ്റലിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഓസ്ട്രോ ഹംഗേറിയനിലെ പട്ടാളക്കാർക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു മേഖലയാണിത്. അതുകൊണ്ട് തന്നെ ആ യുദ്ധത്തിൽ ഇറ്റലിക്ക് കനത്ത പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. 2 ഇരട്ടി സൈനികരുണ്ടായിരുന്നു, എങ്കിൽ പോലും അവർ പരാജയപ്പെട്ടു പോയി. 15,000 പട്ടാളക്കാരുടെ നഷ്ടമാണ് ഇറ്റലിയുടെ ഭാഗത്തുണ്ടായത്. 10,000 പട്ടാളത്തിൻ്റെ നഷ്ടം ഓസ്ട്രോ ഹംഗേറിയൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. 15,000-വും 10,000-വും എന്നൊക്കെ പറയുമ്പോൾ വലിയ സംഖ്യയാണ്. അത്രയും ആളുകൾ മരിക്കുകയോ അല്ലെങ്കിൽ ജീവച്ഛവമായിട്ട് കിടക്കുകയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു ചെറിയ സംഖ്യയാണെന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാൻ കഴിയുക. കാരണം ഇനി വരാൻ പോകുന്നത് ഇതിനേക്കാളുമൊക്കെ ഭീതി പരത്തുന്ന രീതിയിലുള്ള സംഖ്യകളുടെ കണക്കുകളാണ്. 1915 ഓഗസ്റ്റ് മാസം 15 റഷ്യയ്ക്ക് ഒരു കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. അതും അവരുടെ തട്ടകത്തിൽ തന്നെ. ഓസ്ട്രോ ഹംഗേറിയനും ജർമ്മനിയും ഒരേ സമയം തന്നെ റഷ്യയെ ആക്രമിച്ചു. എന്നാൽ അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്ലാൻ അവിടെ ഉണ്ടായിരുന്നു. 2 വശങ്ങളിലൂടെയും വന്ന് പൂർണ്ണമായിട്ടും അവരുടെ ആ പട്ടണത്തെ വലം വയ്ക്കുക. അങ്ങനെ അവരെ ബലമായിട്ട് അവരുടെ തടവിൽ പാർപ്പിക്കുക. ഇതാണ് അവരുടെ പദ്ധതി. കുറേയധികം നാൾ അവരവിടെ തടവിൽ കഴിയുമ്പോൾ ഉറപ്പായിട്ടും അവിടെ നിന്നും അവർക്ക് ഓടി രക്ഷപ്പെടേണ്ടതായിട്ട് വരും. നിലവിൽ റഷ്യൻ പട്ടാളം നിൽക്കുന്ന സ്ഥലം വാർസോയാണ്. ആ വാർസോയ്ക്ക് ചുറ്റുമായിട്ട് കോട്ട മതിലുകളുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലേക്കൊന്നും ഇരച്ചു കയറാൻ സാധിക്കുകയില്ല. അങ്ങനെ ഇരച്ചു കയറിക്കഴിഞ്ഞാൽ മരണമായിരിക്കും ഫലം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കോട്ടകളുടെ ഉള്ളിലേക്ക് ശത്രുക്കൾ ഇരച്ചു കയറില്ല. എന്നാൽ ആ കോട്ടയ്ക്ക് ചുറ്റുമായിട്ട് ഒരു കവചം അവർ തീർക്കും. ആരും പിന്നീട് ആ കവചവും ഭേദിച്ച് ആ കോട്ടമതിലിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണത്തിൽ എത്തിച്ചേരില്ല. ആ പട്ടണത്തിലുള്ള ആരും വെളിയിലേക്ക് പോവുകയുമില്ല. ചെറിയ പട്ടണമായിരിക്കും, അവിടെ വലിയ രീതിയിലുള്ള ജനസംഖ്യ ഉണ്ടാകും, പട്ടാളക്കാരും അനേകം ഉണ്ടായിരിക്കും. അവർക്ക് അധികം നാൾ ഇത്തരത്തിൽ ഐസൊലേറ്റഡ് ആയിട്ട് കഴിയാൻ സാധിക്കില്ല. അവിടെ നിന്നും അവർക്ക് മോചിതരാകണം. എങ്കിൽ മാത്രമേ ജലവും ഭക്ഷണവും പോലെയുള്ള അടിസ്ഥാന വസ്തുക്കൾ അവർക്ക് ലഭ്യമാവുകയുള്ളൂ. ഇങ്ങനെ വലയം ചെയ്യാൻ പോകുന്ന കാര്യം റഷ്യ അവരുടെ സ്കൗട്ടുകളുടെ സഹായത്താൽ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ വലയം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ആയുധങ്ങൾ അധികം വൈകാതെ തന്നെ ഈ ശത്രുക്കൾക്ക് ലഭ്യമാകും. അതിനു പുറമെ ഇത്രയധികം വരുന്ന പട്ടാളക്കാരെ ഒരുപക്ഷെ കൊന്നുകളയാം, അതുമല്ലെങ്കിൽ തടവിൽ പാർപ്പിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യ ബുദ്ധിപൂർവ്വം വാർസോ എന്ന് പറയുന്ന ആ പട്ടണം ഉപേക്ഷിച്ച് അവിടെ നിന്നും പിൻവാങ്ങി. ഇത് ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കം തന്നെയാണ്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അന്ന് റഷ്യ ഭരിച്ചുകൊണ്ടിരുന്ന സാർ നിക്കോളാസ് രണ്ടാമൻ എന്ന ചക്രവർത്തിക്ക് അതൊരു മണ്ടത്തരമായിട്ടുള്ളൊരു തീരുമാനമായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ അവിടെ ചാർജ് ഉണ്ടായിരുന്ന നിലവിലെ റഷ്യയുടെ സുപ്രീം കമാൻഡറെ അദ്ദേഹം ആ ഒരു സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. റഷ്യയുടെ സുപ്രീം കമാൻഡറും അവരുടെ ചക്രവർത്തിയും അതുവരെ 2 ആളുകളായിരുന്നു. 2 പേർക്കും ഏകദേശം തുല്യ പദവിയാണ്. എന്നാൽ ചക്രവർത്തിക്കാണ് അല്പം കൂടി ഉയർന്ന പദവിയുള്ളത്. പട്ടാളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് സുപ്രീം കമാൻഡർ കൈകാര്യം ചെയ്യുന്നത്. സുപ്രീം കമാൻഡർ സാർ നിക്കോളാസ് രണ്ടാമൻ്റെ ഒരു സഹോദരനാണ്, ഒരു കസിനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഡ്യൂക്ക് നിക്കോളാസ് നിക്കോലോവിച്ച് എന്നാണ്. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തെങ്കിൽ പോലും കോക്കസ് മലനിരകൾക്ക് സമീപത്തുള്ള പ്രദേശത്തെ വൈസ്രോയി ആയിട്ട് അദ്ദേഹത്തിന് സ്ഥാനം കൊടുക്കാനും നിക്കോളാസ് രണ്ടാമൻ മറന്നില്ല.
നിക്കോളാവിച്ചിനെ ആ സ്ഥാനത്തു നിന്നും മാറ്റിയതിനു ശേഷം നിക്കോളാസ് രണ്ടാമൻ തെറ്റായിട്ടുള്ളൊരു തീരുമാനമാണ് എടുത്തത്. അദ്ദേഹം സ്വയം സുപ്രീം കമാൻഡറായിട്ട് അവരോധിതനായി. ഒരേ സമയം അദ്ദേഹം ചക്രവർത്തിയുമാണ്, സുപ്രീം കമാൻഡറുമാണ്. ഇങ്ങനെ ഒരേ സമയം 2 പദവികൾ ഏറ്റെടുക്കുക എന്നുള്ള തീരുമാനം അത് സാർ ചക്രവർത്തിമാരുടെ അവിടുത്തെ ഭരണത്തെ തന്നെ ഇല്ലാതെയാക്കി. ഇതാണ് പിന്നീട് കുറച്ച് നാളുകൂടെ കഴിഞ്ഞ് റഷ്യൻ റവല്യൂഷൻ ആരംഭിക്കാനുള്ള കാരണമായി മാറിയത്. ഈ സമയങ്ങളിലൊക്കെ നോർത്തേൺ സീയിലും അറ്റ്ലാന്റിക് സമുദ്രങ്ങളിലുമൊക്കെ ജർമ്മനി വളരെ മോശമായിട്ടുള്ള ചില നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രിട്ടനിലേക്ക് ഒരു രീതിയിലുള്ള ചരക്ക് കപ്പലുകളും എത്തിച്ചേരാൻ പാടില്ല. അതുകൊണ്ട് അങ്ങോട്ട് വരുന്ന സകല കപ്പലുകളെയും അവർ ടോർപിഡോ ഉപയോഗിച്ചിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽപ്പെട്ട ഒരു സംഭവമാണ് ഓഗസ്റ്റ് മാസം 19-ാം തീയതി സംഭവിച്ചത്. SS അറബിക് എന്നു പേരുള്ള ഒരു കപ്പലിനെ അവർ നാമാവശേഷമാക്കി. അതിലുണ്ടായിരുന്ന 44 പേർ മരണമടഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഈ 44 പേരിൽ 3 പേർ അമേരിക്കൻ സിറ്റിസൺ ആണ്. ഇത് വലിയ രീതിയിൽ തന്നെ അമേരിക്കയെ പ്രകോപിതരാക്കി. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ ആണ്. അദ്ദേഹം ഒരു താക്കീത് കൂടി ജർമ്മനിക്ക് കൊടുത്തു. ഇനി ഒരു തവണ കൂടി ഇത് ആവർത്തിക്കാൻ പാടില്ല. ആവർത്തിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷേ ഞങ്ങൾ യുദ്ധത്തിലേക്ക് ഇറങ്ങിയെന്ന് വരാം. കിഴക്കൻ വാർസോണിൽ വലിയ രീതിയിലുള്ള പരാജയങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് റഷ്യ. അവർക്കൊരു സഹായം അനിവാര്യമാണ്, അല്ലെങ്കിൽ റഷ്യക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പടിഞ്ഞാറൻ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തിക്കാൻ UK-യും ഫ്രാൻസും തീരുമാനിച്ചു. അവർ വളരെ പെട്ടെന്ന് തന്നെ അടുപ്പിച്ച് 2-3 യുദ്ധങ്ങൾ നടത്തി. അത്രയും യുദ്ധങ്ങൾ അവിടെ നടക്കുമ്പോൾ റഷ്യൻ വാർസോണിൽ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പട്ടാളക്കാർ കുറേ പേരെങ്കിലും അവിടെ നിന്നും പടിഞ്ഞാറൻ ഭാഗത്തേക്ക് വരും. ഇത് റഷ്യക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. അവർക്ക് പിന്നീട് ജർമ്മനിയെയും ഓസ്ട്രോ ഹംഗേറിയനെയും കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ പടിഞ്ഞാറൻ മേഖലയിൽ നടത്തിയ യുദ്ധങ്ങളാണ് സെക്കൻഡ് ബാറ്റിൽ ഓഫ് ഷാംപെയിൻ, തേർഡ് ബാറ്റിൽ ഓഫ് അർട്ടോയിസ്, ബാറ്റിൽ ഓഫ് ലൂസ്. ഈ കൂട്ടത്തിൽ ഏറ്റവും കുപ്രശസ്തി ആർജിച്ച യുദ്ധം 3-ാമത്തെ യുദ്ധമായ ബാറ്റിൽ ഓഫ് ലൂസ് ആണ്. ഈ യുദ്ധത്തിൽ ആദ്യമായി ബ്രിട്ടൻ വിഷവാതകം ഉപയോഗിച്ചു. കഴിഞ്ഞ എപ്പിസോഡിൽ ജർമ്മനി ആദ്യമായിട്ട് വിഷവാതകം ഉപയോഗിച്ചതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. എങ്ങനെയാണ് ആളുകൾ പെടഞ്ഞ് രക്തം ഛർദ്ദിച്ച് മരിക്കുന്നതെന്ന് ഞാൻ വിവരിച്ചിരുന്നു. അത്തരത്തിലുള്ള സംഭവങ്ങളാണ് വീണ്ടും ബാറ്റിൽ ഓഫ് ലൂസിൽ ആവർത്തിക്കുന്നത്. ഈ 3 യുദ്ധങ്ങളിലൂടെ അനേകം ആളുകൾ കൊല്ലപ്പെട്ടു. ഏറ്റവും കൂടുതൽ മരണം ഏറ്റുവാങ്ങേണ്ടി വന്നത് ഫ്രാൻസിനാണ്. 2 ലക്ഷം പട്ടാളക്കാർ മരണമടഞ്ഞു. ബ്രിട്ടന് 50,000 പട്ടാളക്കാരെ നഷ്ടപ്പെട്ടു. ജർമ്മനിക്ക് 1.5 ലക്ഷം പട്ടാളക്കാരെയും നഷ്ടപ്പെട്ടു. 1915 സെപ്റ്റംബർ മാസം ബൾഗേറിയ സെൻട്രൽ പവറിന്റെ ഭാഗമായി മാറി. അതായത് ഓസ്ട്രോ ഹംഗേറിയന്റെയും ജർമ്മനിയുടെയും ഒട്ടോമൻ തുർക്കിയുടെയും ഭാഗമായിട്ടുള്ള ആ സഖ്യത്തിന്റെ ഒരു അംഗമായി ബൾഗേറിയ മാറി. ബൾഗേറിയയുടെ സ്ഥാനം അത് സെർബിയയുടെ കിഴക്ക് ഭാഗത്തായിട്ടാണ്. അവരുടെ ഉത്തരഭാഗത്തായിട്ടാണ് ഓസ്ട്രോ ഹംഗേറിയൻ വരുന്നത്. ഇതൊരു സുവർണ അവസരമാണ് ഈ സെൻട്രൽ പവറിന്. അവർക്ക് ഒരേ സമയം തന്നെ സെർബിയയെ 2 ദിശകളിലൂടെ ആക്രമിക്കാൻ സാധിക്കും. കിഴക്ക് ഭാഗത്തു നിന്നും ബൾഗേറിയ ആക്രമിക്കും, ഉത്തരഭാഗത്തു നിന്നും ഓസ്ട്രോ ഹംഗേറിയനും ആക്രമിക്കും. ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിനെ ഒരിക്കലും സെർബിയ എന്ന കുഞ്ഞു രാജ്യത്തിലെ പട്ടാളക്കാർക്ക് തടുത്തു നിർത്താൻ സാധിക്കുന്നതല്ല. ഇത്തരത്തിലുള്ള ഒരു യുദ്ധം നടക്കുമെന്ന് ഫ്രാൻസിനും ബ്രിട്ടനും കുറച്ചു മുൻപ് തന്നെ വിവരം ലഭ്യമായിരുന്നു. അതിനെ തുടർന്ന് മെഡിറ്ററേനിയൻ സമുദ്രത്തിലൂടെ കപ്പലുകൾ അവരവരുടെ സൈന്യത്തെയും അയച്ചു. ഒക്ടോബർ മാസം 7-ാം തീയതിയാണ് ഈ സൈന്യം ഗ്രീസിൻ്റെ തീരങ്ങളിൽ എത്തിച്ചേരുന്നത്. പക്ഷേ അപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു. കാരണം സെർബിയയെ കീഴടക്കുക എന്ന് പറയുന്നത് വളരെ നിമിഷ നേരം കൊണ്ട് അല്ലെങ്കിൽ ദിവസങ്ങൾ കൊണ്ട് നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു ആക്രമണം മാത്രമാണ്. ചെറിയ രാജ്യമാണ്, കുറച്ച് പട്ടാളക്കാർ മാത്രമേ ഉള്ളൂ. സെർബിയയുടെ മൊത്തം ഉണ്ടായിരുന്ന പട്ടാളക്കാരിൽ 1/3 ആളുകളെയും ഈ ഒരു സഖ്യത്തിന് കൊന്നുകളയാൻ സാധ്യമായി. അതൊരു വലിയ റേഷ്യോ ആണ്. ഒരു രാജ്യത്തിൻ്റെ മൊത്തം പട്ടാളത്തിൻ്റെ 1/3 ആളുകളെയാണ് കൊന്നുകളഞ്ഞത്. ബാക്കിയുള്ള അവശേഷിക്കുന്ന ആളുകൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു പോയിരുന്നു. ഈ സമയങ്ങളിൽ തന്നെ ഇസൻസോ നദിയോട് ചേർന്ന് ഇറ്റലിയും ഓസ്ട്രോ ഹംഗേറിയനും യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യത്തെ യുദ്ധമായ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ഇസൻസോയിൽ വലിയ പരാജയമാണ് ഇറ്റലിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നതെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ അതിൻ്റെ തുടർച്ചയായിട്ട് വീണ്ടും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ബാറ്റിൽ ഓഫ് ഇസൻസോ, തേർഡ് ബാറ്റിൽ ഓഫ് ഇസൻസോ, ഫോർത്ത് ബാറ്റിൽ ഓഫ് ഇസൻസോ. ഇതൊക്കെ വളരെ ചെറിയ സമയങ്ങൾക്കിടയിൽ തന്നെ നടന്നിട്ടുള്ള യുദ്ധങ്ങളാണ്. ഈ യുദ്ധങ്ങൾക്കിടയിൽ മൊത്തം മരണമടഞ്ഞത് ഏകദേശം 2 ലക്ഷത്തോളം വരുന്ന പട്ടാളക്കാരാണ്. ഇരു കൂട്ടർക്കും അത്രയും വലിയ നഷ്ടമാണ് സംഭവിച്ചത്. ആർക്കും കൃത്യമായിട്ടുള്ള ഒരു മേൽക്കോയ്മ ഉണ്ടായില്ല. 2 കൂട്ടർക്കും പൂർണ്ണമായിട്ടുള്ള നാശനഷ്ടങ്ങൾ മാത്രം സംഭവിച്ചു. ഇറ്റലിയുടെ ഭാഗത്തു നിന്നും ഒരു പ്രദേശവും പിടിച്ചടക്കാൻ സാധിച്ചില്ല. പക്ഷേ ഓസ്ട്രോ ഹംഗേറിയന് ഒരുപാട് പട്ടാളക്കാരെ നഷ്ടപ്പെട്ടു.
നവംബർ മാസം 22-ാം തീയതി ബ്രിട്ടൻ കുറേയധികം ഇന്ത്യൻ പട്ടാളക്കാരെ ഉപയോഗിച്ച് ബാഗ്ദാദ് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. ബാഗ്ദാദ് ഇന്ന് ഇറാഖിൻ്റെ ഭാഗമാണ്. എന്നാൽ ആ കാലഘട്ടത്തിൽ അത് ഒട്ടോമൻ തുർക്കിയുടെ ഭാഗമായിരുന്നു. ബാഗ്ദാദ് പിടിച്ചടക്കാൻ ഒരു കാരണമുണ്ട്. ബാഗ്ദാദിൽ ഫലഭൂഷ്ടമായിട്ടുള്ള എണ്ണപ്പാടങ്ങളുണ്ട്. ആ എണ്ണപ്പാടങ്ങൾ സ്വന്തമാക്കുക എന്ന ഒരു ഹിഡൻ അജണ്ടയോടുകൂടിയാണ് ബ്രിട്ടീഷ് ഇത്തരത്തിലുള്ള ഒരു ശ്രമത്തിൽ ഏർപ്പെടുന്നത്. പക്ഷേ അവർക്ക് ബാഗ്ദാദ് വരെ എത്തിച്ചേരാൻ സാധിച്ചില്ല. സ്റ്റെസിഫോണിൻ്റെ വളരെ അരികിൽ വെച്ച് തന്നെ ശത്രുക്കളുടെ മുമ്പിൽ അവർ പെട്ടുപോയി. സ്റ്റെസിഫോൺ എന്ന് പറയുന്നത് പ്രാചീന പേർഷ്യയുടെ തലസ്ഥാനമായിരുന്നു. മുൻപ് റോമൻ എംപയറിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തപ്പോഴും അതുപോലെ ഇസ്ലാമിക് ഡൈനസ്റ്റിയെക്കുറിച്ചുള്ള വീഡിയോ സീരീസ് ചെയ്തപ്പോഴുമൊക്കെ ഈ സ്റ്റെസിഫോണിനെ കുറിച്ചും അവിടെ നടന്നിട്ടുള്ള യുദ്ധങ്ങളെക്കുറിച്ചും ഒക്കെ ഞാൻ ഒരുപാട് വിശദീകരിച്ചിട്ടുള്ളതാണ്. എൻ്റെ സീരീസുകൾ സ്ഥിരമായി കാണുന്ന ആളുകൾക്ക് സ്റ്റെസിഫോണിനെ കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ മനസ്സിലാകും. സ്റ്റെസിഫോണിൻ്റെ വളരെ അരികിൽ ഒരു യുദ്ധം ആരംഭിച്ചു. ആ യുദ്ധത്തിൽ ശരിക്കും രണ്ട് കൂട്ടരും തുല്യശക്തരായിരുന്നു. ഒട്ടോമൻ തുർക്കി ഒരു ഭാഗത്ത്, ബ്രിട്ടീഷ് ഇന്ത്യ മറുഭാഗത്ത്. രണ്ട് കൂട്ടരും തുല്യശക്തരായതുകൊണ്ട് തന്നെ രണ്ട് കൂട്ടർക്കും പിന്മാറണം എന്നുള്ള ഒരു തോന്നൽ പോലും ഉണ്ടായി. പക്ഷേ ഇത് എതിരാളികൾ അറിയുന്നില്ല. ബ്രിട്ടീഷ് ഇന്ത്യ പിന്മാറാൻ പോകുന്ന കാര്യം തുർക്കി അറിയുന്നില്ല. തുർക്കി പിന്മാറാൻ പോകുന്ന കാര്യം ബ്രിട്ടീഷ് ഇന്ത്യയും അറിയുന്നില്ല. പക്ഷേ ഇവിടെ ആദ്യം പിന്മാറുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയാണ്. ഇത് തുർക്കിക്ക് വലിയൊരു മുതൽക്കൂട്ടായിട്ട് മാറി. കാരണം അവർ പിന്മാറാനായിട്ട് ഇരുന്നതാണ്. പക്ഷേ ബ്രിട്ടീഷ് ഇന്ത്യ പിന്മാറുന്നത് അവർ കാണുന്നു. തോക്കുമെന്ന് അവർ സ്വയം ചിന്തിച്ചിരുന്നു. പക്ഷേ ആ സ്ഥാനത്ത് അവർ വിജയിക്കാൻ പോകുന്നു. ബ്രിട്ടീഷ് ഇന്ത്യ പിന്മാറിയപ്പോൾ അവർ പുറകെ പോയി ആക്രമിച്ചില്ല. അവർക്കറിയാം ഈ ഒരു മരുഭൂ പ്രദേശത്തു കൂടെ ഒരുപാട് നേരം ഇവർക്ക് സഞ്ചരിച്ച് പോകാൻ സാധിക്കില്ല. ഏതെങ്കിലും ഒരു ഫോർട്ട് സിറ്റിയുടെ ഉള്ളിലായിരിക്കും ഇവർ താമസിക്കുക. അവിടെ പോയി വിശ്രമിച്ചതിന് ശേഷം മാത്രമേ ഇവർ മടങ്ങി പോവുകയുള്ളൂ, അല്ലെങ്കിൽ അടുത്ത യുദ്ധത്തിലേക്ക് വരികയുള്ളൂ. ഒട്ടോമൻ തുർക്കിയുടെ ചിന്താഗതി തെറ്റിയില്ല. തൊട്ടടുത്തുണ്ടായിരുന്ന കുഡ് അൽമറ എന്ന് പറയുന്ന ഒരു ഫോർട്ട് സിറ്റിയിലാണ് ബ്രിട്ടീഷ് ഇന്ത്യ അഭയം തേടിയത്. അതിനു ചുറ്റുമായിട്ട് ഒരു കവചമുണ്ടാക്കി ഒട്ടോമൻ തുർക്കി. ആ ഒരു ഫോർട്ട് സിറ്റിയുടെ ഉള്ളിലുള്ള ആർക്കും വെളിയിലേക്ക് വരാൻ കഴിയില്ല. അതിൻ്റെ ഉള്ളിലേക്ക് ആരും എത്തപ്പെടുകയുമില്ല. ഭക്ഷണം കിട്ടാതെ, വേണ്ട ചികിത്സ കിട്ടാതെ അവിടെയുള്ള ആളുകൾ മരിക്കും. അങ്ങനെ മരിക്കണ്ടായെങ്കിൽ അവർ സ്വയം സറണ്ടർ ചെയ്യണം. അതിനുവേണ്ടി അവരവിടെ കാത്തുകെട്ടി നിൽക്കുകയാണ്. മാസങ്ങൾ കടന്നുപോയി. ആ മാസങ്ങൾക്കിടയിൽ വേറെ ചില പ്രതിഭാസങ്ങൾ ലോകത്തിൻ്റെ പല മേഖലകളിലും നടന്നിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോഴേക്കും ഇവിടെ രണ്ടിലൊന്ന് തീരുമാനമാകും. 1915 ഡിസംബർ മാസം 18-ാം തീയതിയാണ് വളരെയധികം പ്രശസ്തി ആർജിച്ച ഗലീപ്പൊളി ഇവാക്യുവേഷൻ നടക്കുന്നത്. ഇവിടെ ഞാൻ പ്രശസ്തി എന്നാണ് പറഞ്ഞത്. അതിനൊരു കാരണമുണ്ട്. ഈ ഒരു ഇവാക്യുവേഷൻ നടപടിയിൽ ഒരാൾ പോലും മരിക്കുന്നില്ല. വിദഗ്ധമായിട്ട് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയിട്ടുള്ള ഒരു മിലിറ്ററി ഓപ്പറേഷനാണ്. മുൻപ് ഞാൻ ആൻസാക് ഓപ്പറേഷനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കാൻ ഓസ്ട്രേലിയയിൽ നിന്നും ന്യൂസിലാൻഡിൽ നിന്നും എത്തിച്ചേർന്ന ആൻസാക് പട്ടാളക്കാർ. അവർക്ക് പുറമെ ബ്രിട്ടനിൽ നിന്നും ഫ്രാൻസിൽ നിന്നും പട്ടാളക്കാരുണ്ട്. വലിയ രീതിയിലുള്ള യുദ്ധങ്ങൾ നടന്നു പോവുകയായിരുന്നു. എന്നാൽ ആ ഒരു കാലഘട്ടമായപ്പോഴേക്കും വളരെയധികം മോശമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ഇവർക്ക് നേരിടേണ്ടി വന്നത്. ആ അന്തരീക്ഷത്തിൽ നിന്ന് ഇങ്ങനെ യുദ്ധം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തങ്ങൾ എങ്ങും എത്തില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു. കാരണം തുർക്കിയുടെ ആക്രമണം അതിശക്തമാണ്. കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ അടുത്തേക്ക് പോലും അവർ അടുപ്പിക്കുന്നില്ല. ഇവിടെയുള്ള 10,000-കണക്കിന് പട്ടാളക്കാർ എല്ലാവരും മരണമടയും. ഒന്ന് പിന്തിരിഞ്ഞ് ഓടാൻ പോലുമുള്ള അവസരം അവർക്കില്ല. അതുകൊണ്ട് ബുദ്ധിപൂർവ്വം ഇവിടെ നിന്ന് താൽക്കാലികമായിട്ട് പിന്മാറാൻ അവർ തീരുമാനിച്ചു. പക്ഷേ എങ്ങനെ പിന്മാറും? ഇതൊരു സമുദ്ര പ്രദേശമാണ്. അവർക്ക് കരമാർഗത്തിലൂടെ രക്ഷപ്പെടാൻ സാധിക്കില്ല. കാരണം ആ കരയെന്ന് പറയുന്നതെല്ലാം ഒട്ടോമൻ തുർക്കിയുടെ ഭാഗങ്ങളാണ്. അങ്ങോട്ട് പോയി അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. കടൽ മാർഗം തന്നെ പോകണം. പക്ഷേ കടൽ മാർഗം അവർ പെട്ടെന്ന് പിന്തിരിഞ്ഞ് പോവുകയാണെങ്കിൽ അവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന തുർക്കി വെറുതെ ഇരിക്കില്ലല്ലോ. അവരുടെ പിന്നാലെ വന്ന് അവരുടെ ബോട്ടുകളെയൊക്കെ വളരെ ഈസി ആയിട്ട് നശിപ്പിക്കാൻ ഇവർക്ക് സാധിക്കും. എന്തിനേറെ പറയണം, ബോട്ടിൻ്റെ അരികിലേക്ക് പോലും ഇവർക്കൊരു പക്ഷേ പോകാൻ സാധിച്ചെന്ന് വരില്ല. അങ്ങനെയാണ് വിദഗ്ധമായിട്ട് ഇവരൊരു പ്ലാൻ ഉണ്ടാക്കുന്നത്. ട്രെഞ്ചുകളിലാണ് പ്രധാനമായിട്ടും യുദ്ധം നടക്കുന്നത്. അതായത് വലിയ കിടങ്ങുകൾ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ പട്ടാളക്കാർ ഒളിഞ്ഞു നിന്നാണ് വെടിവെക്കുന്നത്. അവരവിടെ ഒരുപാട് ഡമ്മി പട്ടാളക്കാരെ ഒരുക്കി വെച്ചു. എല്ലാ ദിവസവും രാത്രി കാലത്താണ് പട്ടാളക്കാർ പല ഘട്ടമായിട്ട് രക്ഷപ്പെടുന്നത്. ഒരു ദിവസം രാത്രി പട്ടാളക്കാർ കുറച്ചു പേർ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ കിടങ്ങുകളിൽ അല്ലെങ്കിൽ ട്രെഞ്ചുകളിലുള്ള പട്ടാളക്കാരുടെ എണ്ണത്തിൽ കുറവ് സംഭവിക്കും. അതായത് അവർക്ക് വെടിവെക്കാൻ സാധിക്കുന്ന ഉണ്ടകളിൽ കുറവ് സംഭവിക്കുന്നുണ്ട്. ഇങ്ങനൊരു കുറവ് സംഭവിക്കുന്നതായിട്ട് ശത്രുക്കൾ അറിയാൻ പാടില്ല. അതുകൊണ്ട് ഒരു കാരണവുമില്ലാതെ തന്നെ വെറുതെ ഇവർ
കുറേയധികം തവണ വെടിവെക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ രാത്രിയും കഴിയുമ്പോൾ ട്രെഞ്ചുകളിലുള്ള പട്ടാളക്കാരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു വന്നു. അവർ ഉതിർക്കുന്ന വെടിയുണ്ടകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുകയും ചെയ്തു. അങ്ങനെ 7 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സകല പട്ടാളക്കാരും ഒരു രീതിയിലുള്ള കാഷ്വാലിറ്റീസും ഉണ്ടാക്കാതെ തന്നെ അവിടെ നിന്ന് വിദഗ്ധമായി രക്ഷപ്പെട്ട് അവരുടെ സ്വന്തം ബേസിൽ എത്തിച്ചേർന്നു. ഇതോടുകൂടി 1915 യുദ്ധങ്ങൾ അവസാനിച്ചു. 1915 അത് സെൻട്രൽ അലൈക്ക് അല്ലെങ്കിൽ സെൻട്രൽ പവറിന് അധികാരപ്പെട്ടതാണ്. കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചത്. ആ കൂട്ടത്തിൽ തന്നെ ജർമ്മനി ഒരു അതികായനായിട്ട് നിന്നു. പല രാജ്യങ്ങളും ആ ഘട്ടങ്ങളിലൊക്കെ കരുതുന്നത് ജർമ്മനിയെ ഒരിക്കലും പരാജയപ്പെടുത്താൻ സാധിക്കില്ലെന്നാണ്. ഏറ്റവും കുറഞ്ഞ പക്ഷം സാധാരണക്കാർക്കിടയിൽ തന്നെ പല രീതിയിലുള്ള അന്ധവിശ്വാസങ്ങളും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അമാനുഷികരായിട്ടുള്ള ആളുകളാണ് ജർമ്മൻസ്. അവർക്ക് മരണമില്ലെന്ന് പോലും പല ആളുകളും വിശ്വസിച്ചു. വ്യാവസായിക മേഖലയിലും കൃഷിയിലുമൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളുകൾക്ക് അവരുടെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് പട്ടാളത്തിൽ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടായി. ചില വ്യാവസായിക മേഖലയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്, പക്ഷേ അത് യുദ്ധവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യാവസായിക മേഖലകളായിരുന്നു. പ്രധാനമായിട്ടും തോക്കുകളും ആയുധങ്ങളും മറ്റ് പടക്കോപ്പുകളും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഡസ്ട്രികളായിരുന്നു. അതായത് സാധാരണക്കാർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം പോലും ലഭ്യമാകാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് യൂറോപ്പും ലോകത്തിൻ്റെ മറ്റ് പല പ്രദേശങ്ങളും കടന്നു പോകുന്നത്. 1916 ജനുവരി മാസത്തിലെ ഭൂപടം അനുസരിച്ച് ഓസ്ട്രോ ഹംഗേറിയൻ്റെ തെക്ക് ഭാഗത്തും സെർബിയയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടും വരുന്ന ഒരു കുഞ്ഞൻ രാഷ്ട്രമാണ് മോണ്ടിനീഗ്രോ. മോണ്ടിനീഗ്രോയ്ക്ക് കൂറ് സെർബിയോടാണ്. സെർബിയുമായിട്ടൊക്കെ ചേർന്ന് ഒരു സ്ലാവിക് നേഷൻ ഉണ്ടാക്കുന്നതിൽ അവർക്ക് വലിയ താല്പര്യമുണ്ട്. അതായത് ഇവർ അലൈ എൻറ്റൻറ്റയുടെ ഒരു ഭാഗമാണ്. എന്നാൽ 1916 ജനുവരി മാസം വരെ ഇവർ യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നില്ല. കാരണം വളരെ ചെറിയ രാജ്യമാണ്, ചെറിയൊരു സൈന്യം മാത്രമേ അവരുടെ പക്കലുള്ളൂ. പക്ഷേ ഇപ്പോൾ സെർബിയ അവരുടെ കൈവിട്ട് പോയിരിക്കുന്നു. സെർബിയ പൂർണ്ണമായിട്ടും ഓസ്ട്രോ ഹംഗേറിയൻ ഇപ്പോൾ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. കൂടാതെ ഈ മോണ്ടിനീഗ്രോയുടെ അതിർത്തി ഭാഗങ്ങളിലുമൊക്കെ ഓസ്ട്രിയയുടെ ഒരു സാന്നിധ്യമുണ്ട്. ഈ സമയത്താണ് ഫ്രാൻസ് മോണ്ടിനീഗ്രോയുമായിട്ട് ബന്ധപ്പെടുന്നത്. നിങ്ങളിപ്പോൾ ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഓസ്ട്രോ ഹംഗേറിയൻ്റെ വളരെ കുപ്രസിദ്ധമാർജിച്ചിട്ടുള്ള നേവൽ ബേസ് തകർക്കാം. ഈ മേഖല നമുക്ക് പിടിച്ചടക്കാം. മോണ്ടിനീഗ്രോയും ഓസ്ട്രോ ഹംഗേറിയനും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ആ മേഖലയുടെ പടിഞ്ഞാറ് ഭാഗത്ത് അഡ്രിയാൻ സമുദ്രമാണ്. ആ അഡ്രിയാൻ സമുദ്രത്തിന് അപ്പുറത്തായിട്ട് ഇറ്റലിയുമുണ്ട്. അഡ്രിയാൻ സമുദ്രത്തിലേക്ക് ഫ്രാൻസിൻ്റെ ഒരു കപ്പലിന് പോലും അടുക്കാൻ സാധിക്കുന്നില്ല. ഇറ്റലി ഫ്രാൻസിൻ്റെ കൂടാണ്. പക്ഷേ ഈ പറയപ്പെടുന്ന സമുദ്രത്തിൽ പ്രധാനമായിട്ടും ഉള്ളത് ഓസ്ട്രോ ഹംഗേറിയൻ്റെ പടക്കപ്പലുകളാണ്. ആദ്യം അവിടെ പടക്കപ്പലുകളെ ഒന്നും കാണാൻ സാധിക്കുകയില്ല. പക്ഷേ ഫ്രാൻസ് അവരുടെ പടക്കപ്പലുമായിട്ട് അഡ്രിയാൻ തീരത്തേക്ക് അടുക്കേണ്ട താമസം പെട്ടെന്ന് തന്നെ അവിടെ എവിടെ നിന്നൊക്കെയോ പടക്കപ്പലുകൾ പൊങ്ങി വരികയായി. ഇതെങ്ങനെയെങ്കിലും ഒഴിവാക്കണം. ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഓസ്ട്രോ ഹംഗേറിയന് പടക്കപ്പലുകളെ അവിടെ എത്തിക്കാൻ സാധിക്കുന്നത് അവരുടെ ബേ ഓഫ് കോട്ടോയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നേവൽ ബേസ് കാരണമാണ്. ബേ എന്ന് പറയുമ്പോൾ കടൽ ആ ഒരു കരയുടെ ഉള്ളിലേക്ക് കയറി കിടക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് വെളിയിൽ നിന്നുള്ള ആളുകൾക്ക് അവിടെയുള്ള നേവൽ ബേസ് കാണാൻ സാധിക്കില്ല. പക്ഷേ ഈ നേവൽ ബേസിലുള്ളവർക്ക് വെളിയിൽ അഡ്രിയാൻ സമുദ്രത്തിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതനുസരിച്ച് അവരുടെ പടക്കപ്പലിനെ പ്രധാനപ്പെട്ട സമുദ്രഭാഗത്തേക്ക് അയക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ അഡ്രിയാൻ സമുദ്രഭാഗത്ത് കാര്യമായിട്ട് യുദ്ധമൊന്നും നടക്കാത്ത അവസ്ഥയാണ്. ഇതിനൊരു മാറ്റം വരണമെങ്കിൽ ഈ കോട്ടോ നേവൽ ബേസിനെ ആക്രമിക്കണം. പക്ഷേ അതെങ്ങനെ സാധിക്കും? അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു രാജ്യമാണ് മോണ്ടിനീഗ്രോ. ആ മോണ്ടിനീഗ്രോ ഫ്രാൻസിൻ്റെ കൂടെ തന്നെയാണ്. പക്ഷേ മോണ്ടിനീഗ്രോയ്ക്ക് ഒറ്റയ്ക്ക് ഈ കോട്ടോ എന്ന് പറയുന്ന ആ ഒരു വലിയ നേവൽ ബേസിനെ ആക്രമിക്കാൻ സാധിക്കില്ല. ഫ്രാൻസ് ഒരു ഉപാധി പറഞ്ഞു, ഞങ്ങളുടെ കപ്പലുകളുമായിട്ട് അഡ്രിയാൻ സമുദ്രത്തിലേക്ക് വരാം. ആ സമയത്ത് ഉറപ്പായിട്ടും ആ നേവൽ ബേസിലുണ്ടായിരിക്കുന്ന കപ്പലുകൾ ഞങ്ങളെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. അതേസമയം തന്നെ നിങ്ങൾക്ക് ഈ കോട്ടോ നേവൽ ബേസിനെ, ആ ബേ ഓഫ് കോട്ടോയെ ആക്രമിക്കാം, വളരെ ഈസി ആയിട്ട് കീഴ്പ്പെടുത്താം. ആ സമയമൊക്കെ അവരുടെ പടക്കപ്പലുകളെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. അവരുടെ ഭാഗത്തുനിന്നും ഒരു ആക്രമണം ഉണ്ടാകില്ല. ഈ രീതിയിലാണ് യുദ്ധം ആരംഭിക്കുന്നത്. ഫ്രാൻസ് പറഞ്ഞതുപോലെ തന്നെ അവരുടെ പടക്കപ്പലുകളുമായിട്ട് വന്നു. ഏതാണ്ട് ആ സമയം തന്നെ മോണ്ടിനീഗ്രോയിലെ പട്ടാളക്കാർ ഈ കോട്ടോ ആക്രമിക്കാനും തുടങ്ങി. അഡ്രിയാൻ സമുദ്രത്തിൽ കപ്പലുകൾ വന്നതോടുകൂടി കോട്ടോ നേവൽ ബേസിന് വേറെ മാർഗമുണ്ടായിരുന്നില്ല. അവരുടെ പടക്കപ്പലുകളെ പെട്ടെന്ന് തന്നെ അഡ്രിയാൻ സമുദ്രത്തിലേക്ക് ഇറക്കി വിട്ടു. തുടക്കഘട്ടത്തിൽ കോട്ടോയിൽ വലിയ രീതിയിലുള്ളൊരു ആധിപത്യം മോണ്ടിനീഗ്രോയുടെ ആ ചെറിയ സൈന്യത്തിന് നേടാനായിട്ട് സാധിച്ചു. പക്ഷേ അത് കുറച്ചു നേരം മാത്രമാണ് നീണ്ടു നിന്നത്.
കാരണം അഡ്രിയാൻ സമുദ്രത്തിൽ നടന്ന യുദ്ധം അത് അധിക നേരമൊന്നും നീണ്ടുപോയില്ല. കാരണം ഓസ്ട്രോ ഹംഗേറിയൻ്റെ പടയുമായിട്ടൊന്ന് കൊമ്പ് കോർക്കാനൊന്നും ഈ ഫ്രാൻസിൻ്റെ ഈ നേവൽ പടയ്ക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഫ്രാൻസിൻ്റെ പടക്കപ്പലിന് അവിടെ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു. അതിനുശേഷം ഓസ്ട്രോ ഹംഗേറിയൻ്റെ നേവൽ ബേസിലേക്ക് അവരുടെ കപ്പലുകൾ മടങ്ങി വന്നു. ആ മടങ്ങി വന്നതിന് ശേഷമുള്ള മോണ്ടിനെഗ്രോയുടെ അവസ്ഥ വളരെ ദാരുണമായിരുന്നു. അവർക്ക് അവിടെ നിന്നും പിൻവാങ്ങേണ്ടി വന്നു. മാത്രമല്ല, ഓസ്ട്രോ ഹംഗേറിയനും സെർബിയ ഇപ്പോൾ ഓസ്ട്രോ ഹംഗേറിയൻ്റെ ഭാഗമാണ്. ആ സെർബിയയിലുള്ള ഓസ്ട്രോ ഹംഗേറിയൻ പട്ടാളക്കാരൻ മോണ്ടിനീഗ്രയെ വളരെ അനായാസമായിട്ട് കീഴടക്കി അവരുടെ രാജ്യത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റി. റഷ്യയുടെ ഒരു വലിയ കൂട്ടം പട്ടാളക്കാർ തുർക്കിയുമായിട്ട് അതിർത്തി പങ്കിടുന്ന സാരിക്കമീഷ് മേഖലയിൽ തമ്പടിച്ച കാര്യം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതാണ്. ഈ സാരിക്കമീഷിലുള്ള റഷ്യൻ പട്ടാളക്കാരെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വിഫലമായിട്ടുള്ള ഒരു ശ്രമം തുർക്കിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ വിശദീകരിച്ചതാണ്. അതിനുശേഷം അവിടെയൊക്കെ വിജയിച്ചതിന് ശേഷം റഷ്യയുടെ പട്ടാളക്കാർ സാരിക്കമീഷ് മലനിരകളിൽ നിന്നും എർസുറം ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. ജനുവരി മാസം 10-ാം തീയതിയാണ് വർഷം 1916. അതൊരു മഞ്ഞുകാലമാണ്. ആ മഞ്ഞ് കാലഘട്ടത്തിൽ ഇത്രയും ശക്തമായിട്ടുള്ള ഒരു യുദ്ധവുമായിട്ട് റഷ്യ വരുമെന്ന് തുർക്കി സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. പക്ഷേ റഷ്യക്കാർക്ക് ഈ തണുപ്പൊന്നും ഒരു പ്രശ്നമല്ല. കാരണം അവരുടെ പ്രധാനപ്പെട്ട മേഖലകളൊക്കെ മഞ്ഞിൽ മൂടപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളാണ്. ഈ കാലാവസ്ഥയുമായിട്ട് വളരെയധികം യോജിക്കുന്ന പട്ടാളക്കാരാണ് റഷ്യക്കാർ. അതുകൊണ്ട് ഇതൊന്നും വകവയ്ക്കാതെ എർസുറം ലക്ഷ്യമാക്കി റഷ്യൻ പട്ടാളക്കാർ യാത്ര ചെയ്തു. വലിയ രീതിയിലുള്ളൊരു യുദ്ധമാണ് നടന്നത്. ഒരു മാസം കഴിഞ്ഞ് ഫെബ്രുവരി മാസം 16-ാം തീയതി എർസുറം പൂർണ്ണമായിട്ടും റഷ്യക്ക് കീഴ്പ്പെടുത്താൻ സാധ്യമായി. 78,000 പട്ടാളക്കാരെയാണ് അന്ന് തുർക്കിക്ക് നഷ്ടമായത്. എർസുറം മാത്രമല്ല കീഴ്പ്പെടുത്തിയത്, അതിനോട് തന്നെ ചേർന്ന് കിടക്കുന്ന ഒരു നേവൽ ബേസായ ട്രെബിൻസോണ്ടും അവർ കീഴ്പ്പെടുത്തി. ഫെബ്രുവരി മാസം 21-ാം തീയതി 1-ാം ലോക മഹായുദ്ധത്തിൽ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയിട്ടുള്ള, ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചിട്ടുള്ള ഒരു യുദ്ധം ആരംഭിച്ചു. ബാറ്റിൽ ഓഫ് വെർഡൺ. വെർഡൺ എന്ന് പറയുന്നത് ഫ്രഞ്ചുകാരുടെ ഒരു വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പട്ടണമാണ്. അതിനു ചുറ്റുമായിട്ട് വലിയ കോട്ടക്കൊത്തകങ്ങളൊക്കെ അവർ സ്ഥാപിച്ചിട്ടുണ്ട്. അവരുടെ അഭിമാനമാണ് ഈ വെർഡൺ. വെർഡൺ ഒരു കാരണവശാലും അവർക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കില്ല. അത് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫ്രാൻസ് ഇല്ലെന്നാണ് ഫ്രാൻസുകാർ തന്നെ വിശ്വസിക്കുന്നത്. ഈ ഒരു പ്രദേശം കീഴ്പ്പെടുത്താനായിട്ട് അതിശക്തമായിട്ട് തന്നെയാണ് ജർമ്മനി തുനിഞ്ഞിറങ്ങുന്നത്. ജർമ്മനി അതിനുവേണ്ടി 120 ആർട്ടിലറികളാണ് ഉപയോഗിച്ചത്. 40 കിലോമീറ്റർ വീതിയുള്ള പ്രദേശത്തായിട്ട് ഇങ്ങനെ 120 ആർട്ടിലറികൾ സ്ഥാപിച്ചു. അതിനുശേഷം ഒരേ സമയത്ത് ഈ ആർട്ടിലറികളെല്ലാം ഒരേപോലെ പ്രവർത്തിച്ചു തുടങ്ങി. അന്നുവരെയുള്ള യുദ്ധ ചരിത്രത്തിൽ ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു ആർട്ടിലറി യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നില്ല. തുടർച്ചയായിട്ടുള്ള 9 മണിക്കൂറുകളാണ് ആ 120 ആർട്ടിലറികളും പ്രവർത്തിച്ചത്. അത്രയും ആർട്ടിലറികൾ പ്രവർത്തിച്ചതിന് ശേഷം മാത്രം അവരുടെ സൈന്യത്തെ നേരിട്ട് ആക്രമിക്കാനായിട്ട് യുദ്ധമുഖത്തേക്ക് അയച്ചു. ഈ 9 മണിക്കൂറുകൾ നീണ്ടു നിന്ന ആ ഓപ്പറേഷനെ ജർമ്മനി വിളിക്കുന്നത് ഓപ്പറേഷൻ ഗെറിഷ്ട് എന്നാണ്. ഫ്രാൻസ് കുറച്ചുകൂടെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ആ ഒരു 9 മണിക്കൂറിന് ശേഷം നടപ്പിലാക്കുന്നത്. അന്നത്തെ ഫ്രാൻസിൻ്റെ അവിടുത്തെ ജനറൽ ആയിട്ടുള്ള ഫിലിപ്പെ പെർട്ടൈൻ നോറിയ സിസ്റ്റം നടപ്പിലാക്കി. നോറിയ സിസ്റ്റം അനുസരിച്ച് റൊട്ടേഷനാണ് നടത്തുക. അതായത് പട്ടാളക്കാരെ പൂർണ്ണമായിട്ട് യുദ്ധത്തിന് വിടുകയല്ല. ഒരു നിശ്ചിത പട്ടാളക്കാരെ ആദ്യം അയക്കും. ഇത്ര മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും അവർക്ക് തിരികെ വരാം. അവർ തിരികെ വരുന്നതിന് മുൻപ് തന്നെ അടുത്ത ഒരു സംഖ്യ പട്ടാളക്കാർ അവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ടായിരിക്കും. അതായത് പുതിയ പട്ടാളക്കാർ യുദ്ധമുഖത്ത് എത്തിച്ചേരുമ്പോൾ മാത്രമാണ് ഓൾറെഡി യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പട്ടാളക്കാർ പിന്മാറുന്നത്. ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. 100 പേരെയാണ് ഒരു സമയം നമ്മൾ യുദ്ധമുഖത്തേക്ക് അയച്ചതെന്നെടുക്കാം. അങ്ങനെയാണെങ്കിൽ അവരുടെ ആദ്യത്തെ ഷിഫ്റ്റ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അത് 100 ആയിരിക്കില്ല, 60 ആയിരിക്കും. 40 പേരിൽ നല്ലൊരു ശതമാനം ആളുകൾ മരിച്ചിട്ടുണ്ടായിരിക്കും. ബാക്കിയുള്ളവർ ജീവച്ഛവമായി മാറിയിട്ടുണ്ടായിരിക്കും. ഓരോ ഷിഫ്റ്റ് കഴിയും തോറും പട്ടാളക്കാരുടെ എണ്ണം പകുതിയായിട്ട് കുറയും. കുറച്ച് കഴിയുമ്പോൾ ഇവരെ വീണ്ടും ഇതേ യുദ്ധമുഖത്തേക്ക് തന്നെ അയക്കണം. അപ്പോൾ 60 പേരെയായിട്ട് അയക്കാൻ സാധിക്കുകയില്ല, 100 പേരെ തന്നെ അയക്കണം. പുതിയതായിട്ട് പട്ടാളക്കാരെ ഇവിടെ നിന്നും വിളിക്കാൻ സാധിക്കുകയില്ല. കാരണം ഫ്രാൻസിൻ്റെ പല മേഖലകളിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആകെയുള്ള നിവൃത്തി എന്ന് പറയുന്നത് മറ്റേതെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളെ പെട്ടെന്ന് ട്രെയിൻ ചെയ്യിപ്പിച്ച് ആർമിയിലേക്ക് റിക്രൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ 302 ദിവസമാണ് ഈ യുദ്ധം നീണ്ടുപോയത്. ഇതിൻ്റെ മൊത്തത്തിലുള്ള കാഷ്വാലിറ്റി എന്ന് പറയുന്നത് 7 ലക്ഷമാണ്. 7 ലക്ഷം എന്ന് പറയുമ്പോൾ 7 ലക്ഷം ആളുകളും മരിച്ചിട്ടില്ല. അതിൽ 3 ലക്ഷത്തോളം വരുന്ന ആളുകളാണ് മരണമടഞ്ഞത്.
ബാക്കി അവശേഷിക്കുന്ന 4 ലക്ഷം ആളുകൾ ജീവച്ഛവമായി മാറി. അവർക്ക് കൈകാലുകൾ നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള അംഗവൈകല്യങ്ങൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട്. ഈ 7 ലക്ഷത്തിൽ പകുതിയോളം പേർ ഫ്രഞ്ചുകാരാണ്, പകുതിയോളം പേർ ജർമ്മൻകാരുമാണ്. അതായത് പട്ടാളക്കാരുടെ നാശനഷ്ടത്തിൻ്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ 2 കൂട്ടർക്കും തുല്യമായിട്ടുള്ള നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഈ യുദ്ധത്തിൽ വിജയിച്ചത് ഫ്രഞ്ചുകാരാണ്. കാരണം ഫ്രഞ്ചുകാർക്ക് അവരുടെ വെർഡൻ എന്ന് പറയുന്ന ആ പട്ടണത്തെ സംരക്ഷിക്കാൻ സാധിച്ചു. യുദ്ധത്തിൻ്റെ തുടക്കഘട്ടം മുതൽ തന്നെ അവർ പറയുന്നുണ്ടായിരുന്നു, എന്തു വില കൊടുത്തും ഞങ്ങളുടെ വെർഡനെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന്. അതേസമയം തന്നെ ജർമ്മൻകാർ പറയുന്നുണ്ടായിരുന്നു, എത്ര ചോരക്കളമാക്കിയാലും ഞങ്ങൾ വെർഡൻ കൊണ്ട് മാത്രമേ മടങ്ങിപ്പോവുകയുള്ളൂ എന്ന്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു വിജയം ഫ്രാൻസിന് ഇവിടെ സ്വന്തമാക്കാൻ സാധിച്ചു. ബ്രിട്ടൻ വളരെയധികം ചെറിയൊരു ദ്വീപ് രാഷ്ട്രമാണ്. അവിടുത്തെ ജനസംഖ്യയും വളരെ കുറവാണ്. അവരുടെ മൊത്തം പട്ടാളത്തിൻ്റെ സ്ട്രെങ്ത് 10 ലക്ഷം മാത്രമാണ്. ഈ 10 ലക്ഷം പേരെയും കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ലോകമഹായുദ്ധം കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ലെന്ന് അവർക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാമായിരുന്നു. ഉള്ള പട്ടാളക്കാരെ സംരക്ഷിക്കണം. ഓരോ ദിവസം കഴിയും തോറും മരണമടയുന്ന പട്ടാളക്കാരുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുന്നുണ്ട്. അവരൊരു കണക്ക് തന്നെ എടുത്തു. ട്രെഞ്ച് ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കിടങ്ങുകൾ ബേസ് ചെയ്തിട്ടുള്ള യുദ്ധങ്ങളാണല്ലോ പ്രധാനമായിട്ടും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മിക്ക പട്ടാളക്കാരുടെയും തലയിൽ ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഏറ്റിട്ടാണ് അവർ മരിക്കുന്നത്. ട്രെഞ്ചുകൾക്ക് മുകളിലേക്ക് നോക്കി എതിരാളികൾ അവിടെ എങ്ങാനും ഉണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് വെടിവെക്കുന്നത്. അങ്ങനെ മുകളിലേക്ക് നോക്കുന്ന പല ഘട്ടങ്ങളിലും ഇവരുടെ തലയിൽ വെടിയുണ്ട തുളച്ചു കയറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് മിക്ക ആളുകളും മരിക്കുന്നത്. സുരക്ഷിതമായിട്ടുള്ള ഒരു കവചം അവർക്ക് തലയിൽ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുകയാണെങ്കിലോ. അങ്ങനെയാണ് മാർക്ക് 1 സ്റ്റീൽ ഹെൽമെറ്റുകൾ ബ്രിട്ടീഷുകാർ വികസിപ്പിച്ചെടുക്കുന്നത്. 1915 മുതൽ തന്നെ ഇവരത് വികസിപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നാൽ പൂർണ്ണമായിട്ടും അത് ഉപയോഗിച്ചു തുടങ്ങുന്നത് 1916 കൂടിയാണ്. ഇതേ രീതിയിൽ തന്നെ സമാനമായിട്ടുള്ള തൊപ്പികൾ ഫ്രാൻസും ജർമ്മനിയും ഉണ്ടാക്കുന്നുണ്ട്. ഇത് വലിയ രീതിയിലുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ മരണസംഖ്യയിൽ ഒരു കുറവ് വരുത്തിയിട്ടുണ്ടെന്ന് ചില പഠനങ്ങൾ പറയുന്നുണ്ട്. ചില പഠന റിപ്പോർട്ടുകൾ അനുസരിച്ച് 70% മരണത്തെ കുറച്ചു കൊണ്ടുവരാനായിട്ട് ഈ ഹെൽമെറ്റുകൾക്ക് സാധിച്ചു. യുദ്ധത്തിൻ്റെ ആദ്യ ഘട്ടങ്ങൾ മുതൽ തന്നെ പോർച്ചുഗീസ് ഒരു ന്യൂട്രൽ രാജ്യമായിട്ടാണ് നിലയുറപ്പിച്ചിരുന്നത്. പക്ഷേ ജർമ്മനിക്ക് പോർച്ചുഗീസിൻ്റെ മേൽ വലിയ സംശയമുണ്ട്. കാരണം പോർച്ചുഗീസും ബ്രിട്ടനും തമ്മിൽ ഒരുപാട് വർഷമായിട്ട് അടുത്ത സൗഹൃദ ബന്ധമുണ്ട്, വ്യാപാര ബന്ധവുമുണ്ട്. അതുകൊണ്ട് പോർച്ചുഗീസ് തങ്ങളെ ചതിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ജർമ്മനിക്ക് ഉണ്ടായിരുന്നു. ജർമ്മനിയുമായിട്ട് പോർച്ചുഗീസ് നേരിട്ടുള്ള ഒരു അതിർത്തി ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ജർമ്മനിക്ക് പോർച്ചുഗീസിനെ നേരിട്ട് പോയി ആക്രമിക്കാനും സാധിക്കുന്നില്ല. പക്ഷേ 2 കൂട്ടർക്കും ആഫ്രിക്കയിൽ കോളനികളുണ്ട്. ആ കോളനികളെല്ലാം വളരെയധികം അടുത്തുമാണ്. പോർച്ചുഗീസുകാരുടെ മൊസാംബിക്യു കോളനിക്ക് വളരെ അരികിലുള്ള കോളനിയാണ് ജർമ്മനിയുടെ ടാൻസാനിയ. അങ്കോളയും പോർച്ചുഗീസുകാരുടെ ഒരു കോളനിയാണ്. അതിൻ്റെ തൊട്ടരികിലും നമീബിയ എന്ന ജർമ്മൻ കോളനിയുണ്ട്. ജർമ്മനിക്ക് പോർച്ചുഗീസിൻ്റെ മേൽ വലിയ സംശയം ഉണ്ടായതോടുകൂടി ഈ കോളനിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വെടിവെപ്പുകൾ ജർമ്മനി ആരംഭിച്ചു. ഇത് പോർച്ചുഗീസിന് വലിയ തലവേദനയും ജർമ്മനിയോട് ഒരു വലിയ അമർഷത്തിന് കാരണവുമായി മാറി. ബ്രിട്ടൻ കൃത്യമായിട്ട് ഇതിൽ ഇടപെടുകയും പോർച്ചുഗീസുകാരെ അവരുടെ വരുതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. പോർച്ചുഗീസുമായിട്ട് ഒരു യുദ്ധം നടക്കാത്തത് കൊണ്ട് തന്നെ പല ആവശ്യങ്ങൾക്കും വേണ്ടിയും ജർമ്മനിയുടെ മെർച്ചൻ്റ് കപ്പലുകൾ പോർച്ചുഗീസ് തുറമുഖത്ത് ഡോക്ക് ചെയ്യുമായിരുന്നു, വ്യാപാര ബന്ധങ്ങൾ നടപ്പിലാക്കുമായിരുന്നു. ഫെബ്രുവരി മാസം 23 പോർച്ചുഗീസ് പോർട്ടിൽ ജർമ്മനിയുടെ 36 വ്യാവസായിക കപ്പലുകൾ അല്ലെങ്കിൽ മെർച്ചൻ്റ് കപ്പലുകൾ ഡോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രിട്ടൻ പോർച്ചുഗീസിനോട് പറഞ്ഞു, ഇതൊരു സുവർണ അവസരമാണ്, നിങ്ങൾ ആ 36 മെർച്ചൻ്റ് കപ്പലുകൾ പിടിച്ചടക്കുക. ആ കൂട്ടത്തിൽ കാര്യമായിട്ടുള്ള സൈന്യത്തിൻ്റെ ഒരു സാന്നിധ്യവുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സൈനികമായിട്ടുള്ള ഒരു നഷ്ടവും സംഭവിക്കുകയില്ല. പോർച്ചുഗീസുകാർ അത് അക്ഷരം പ്രതി പാലിച്ചു. ജർമ്മനി മാർച്ച് മാസം 9 പോർച്ചുഗീസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അങ്ങനെ പോർച്ചുഗീസും 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ ഒരു ഭാഗമായി മാറി. പോർച്ചുഗീസുകാർ അവരുടെ 55,000-ഓളം വരുന്ന സൈന്യത്തെ ഫ്രാൻസിലേക്ക് അയച്ചു. കാരണം പോർച്ചുഗീസ് ജർമ്മനിയുമായിട്ട് ഒരു അതിർത്തി പങ്കിടുന്നില്ല. എന്നാൽ ഫ്രാൻസിൽ ജർമ്മനിയുമായിട്ടുള്ള യുദ്ധം നടക്കുന്നുണ്ട്. അതിൽ പങ്കുചേരാനായിട്ടാണ് 55,000 പേരെ ഫ്രാൻസിന് വിട്ടുകൊടുക്കുന്നത്. ഫ്രാൻസിൻ്റെ വെൻഡ്യൂറിൽ വലിയ രീതിയിലുള്ള ഒരു യുദ്ധം നടക്കുന്നതായിട്ട് ഞാൻ പറഞ്ഞു. ജർമ്മനി അതിശക്തമായിട്ടാണ് വെൻഡ്യൂർ പിടിച്ചടക്കാനായിട്ട് ശ്രമിക്കുന്നത്. വെൻഡ്യൂർ ഞങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടമാകുമോ എന്നുള്ള ഒരു തോന്നലുണ്ടായപ്പോൾ ഫ്രാൻസ് റഷ്യയ്ക്ക് ഒരു ടെലഗ്രാം അയച്ചു. വെൻഡ്യൂറിൽ ശക്തമായിട്ടുള്ള ഒരു യുദ്ധം നടക്കുകയാണ്. എന്നാൽ നിങ്ങൾ കിഴക്കൻ മേഖലയിൽ ശക്തമായിട്ടുള്ളൊരു യുദ്ധം ആരംഭിച്ചാൽ
ജർമ്മനിക്ക് ഒരു നിവൃത്തിയും ഉണ്ടാവുകയില്ല. അവർക്ക് ഇവിടെ നിന്ന് കുറച്ച് സൈന്യത്തെ പടിഞ്ഞാറൻ മേഖലയിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. അത് ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ റഷ്യ നരോഷ് പിടിച്ചടക്കാനായിട്ട് ശ്രമിച്ചു. നരോഷ് നേരത്തെ റഷ്യയുടെ കയ്യിലുണ്ടായിരുന്ന പ്രദേശമാണ്. കുറേയധികം ഭാഗങ്ങൾ ഓസ്ട്രോ ഹംഗേറിയനും ജർമ്മനിയും ഇപ്പോൾ തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട്. വാർസോയൊക്കെ അത്തരത്തിൽ വരുന്ന ചില പ്രദേശങ്ങളാണ്. നരോഷ് പിടിച്ചടക്കാനായിട്ട് ശ്രമിച്ചു. ചെറിയൊരു യുദ്ധമല്ല, വലിയൊരു യുദ്ധം തന്നെയാണ് നടപ്പിലാക്കുന്നത്. റഷ്യയുടെ നല്ലൊരു ശതമാനം സൈന്യത്തെ അതിനുവേണ്ടി ഉപയോഗിച്ചു. നല്ലൊരു തിരിച്ചടി ജർമ്മനിക്ക് കൊടുക്കാൻ സാധിക്കുമെന്നൊക്കെയാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല. വളരെ പെട്ടെന്ന് തന്നെ ജർമ്മനിക്ക് റഷ്യയെ വകവരുത്താൻ സാധ്യമായി. വകവരുത്തിയെന്ന് പറഞ്ഞാൽ 1,00,000-ഓളം വരുന്ന നാശനഷ്ടമാണ് റഷ്യക്കുണ്ടായത്. 1,00,000 കാഷ്വാലിറ്റീസ്. അതിൽ പകുതിയോളം ആളുകൾ മരണമടഞ്ഞിട്ടുണ്ട്. ബാക്കി പകുതി ആളുകൾക്ക് വലിയ രീതിയിലുള്ള പരിക്കുകളേറ്റിട്ടുണ്ട്. അവർക്കിനി യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല. പക്ഷേ ജർമ്മനിയുടെ നഷ്ടം വെറും 25,000 മാത്രമായിരുന്നു. ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ ആ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിച്ചതുകൊണ്ട് ജർമ്മനിക്ക് അവരുടെ വെൻഡൂറിലുള്ള പട്ടാളക്കാരെ തിരിച്ചു വിളിക്കേണ്ടി വന്നില്ല. ഫ്രാൻസിന് ഇത് ഒരു രീതിയിലുള്ള സഹായവും ചെയ്തില്ലെന്ന് മാത്രമല്ല, റഷ്യക്ക് കനത്ത നാശനഷ്ടമാണ് ഈ യുദ്ധം വരുത്തിവെച്ചത്. ബ്രിട്ടനിൽ ഒരു വലിയ രീതിയിലുള്ള ആഭ്യന്തര കലാപം ഈ സമയത്ത് തന്നെ പൊട്ടിപ്പുറപ്പെട്ടു. അതിനെ ഒരു ആഭ്യന്തര കലാപമെന്ന് ശരിക്കും നമുക്ക് പറയാൻ സാധിക്കുകയില്ല. കാരണം ബ്രിട്ടൻ്റെ സ്വന്തമായിട്ടുള്ള സ്ഥലമല്ല. ഭൂപടം നോക്കുകയാണെങ്കിൽ ബ്രിട്ടൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു ചെറിയ ദ്വീപ് രാഷ്ട്രം ഉള്ളതായിട്ട് നമുക്ക് കാണാം. അതാണ് അയർലൻഡ്. അയർലൻഡ് 1801 മുതൽ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലാണ്. തുടർച്ചയായിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് 1914 ബ്രിട്ടൻ അയർലൻഡിൽ ഒരു ഹോം റൂൾ ആക്ട് കൊണ്ടുവന്നു. ഹോം റൂൾ ആക്ട് എന്നൊക്കെ പേരിൽ മാത്രമേ ഉള്ളൂ. പേരിന് അവർക്ക് ഭരിക്കാം എന്നുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയിട്ട് യഥാർത്ഥ ഭരണം ബ്രിട്ടീഷുകാർ നടത്തുന്നു. ഇന്ത്യയിലും അത്തരത്തിലുള്ള പല മോശമായിട്ടുള്ള ശ്രമങ്ങളും ബ്രിട്ടീഷുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അയർലൻഡുകാർ വെറുതെ ഇരുന്നില്ല. അവർ പിന്നെയും വലിയ വലിയ സമരങ്ങളുമായിട്ട് മുന്നോട്ട് വന്നു. ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ആക്ട് അല്ല വേണ്ടത്, നിങ്ങൾ പൂർണ്ണമായിട്ടും ഇവിടെ നിന്ന് വിട്ടു നിൽക്കുക, ഇത് ഞങ്ങളുടെ രാജ്യമാണ്, ഞങ്ങൾക്ക് മാത്രമായിട്ട് ഇവിടം ഭരിക്കണം. 1916 ഏപ്രിൽ മാസം 24 അവിടെ വലിയ രീതിയിലുള്ളൊരു പ്രക്ഷോഭം നടന്നു. അവർ ഡബ്ലിൻ എന്ന് പറയുന്ന ആ തലസ്ഥാന നഗരം പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്തി. പക്ഷേ ബ്രിട്ടീഷുകാർ വെറുതെ ഇരുന്നില്ല. 1916 വലിയ രീതിയിലുള്ള യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പല മേഖലകളിലും. എങ്കിൽ പോലും ബ്രിട്ടീഷുകാർ 1000-ഓളം വരുന്ന ഒരു വലിയ സേനയെ ഈ ഡബ്ലിനിലേക്ക് അയച്ചു. അവിടെ പിന്നീട് 7 ദിവസത്തോളം നീണ്ടു നിന്നിട്ടുള്ള ഒരു യുദ്ധമാണ് നമുക്ക് കാണാൻ കഴിയുക. തെരുവുകളിലാണ് ഈ യുദ്ധം അരങ്ങേറുന്നത്. 7 ദിവസങ്ങൾക്ക് ശേഷം ഡബ്ലിൻ പൂർണ്ണമായിട്ടും തിരിച്ചു പിടിക്കാൻ ബ്രിട്ടന് സാധ്യമായി. തിരിച്ചു പിടിച്ചു എന്ന് മാത്രമല്ല, ആ യുദ്ധവുമായി ബന്ധപ്പെട്ട് പങ്കെടുത്തിട്ടുള്ള സകല വ്യക്തികളെയും ക്രൂരമായിട്ട് ബ്രിട്ടീഷുകാർ വെടിവെച്ച് കൊന്നുകളഞ്ഞു. എന്നാൽ ഇത് അയർലൻഡിൽ വലിയ രീതിയിലുള്ള ഒരു തീജ്വാലയാണ് സൃഷ്ടിച്ചത്. അതുവരെ അയർലൻഡിൽ നല്ലൊരു ശതമാനം ആളുകൾക്കും ഈ സ്വാതന്ത്ര്യ സമരത്തോട് ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാർ ഭരിച്ചാലും അയർലൻഡിലുള്ള ആളുകൾ ഭരിച്ചാലും ഏതാണ്ട് ഒരേ കാര്യങ്ങളൊക്കെ തന്നെ നടക്കുമെന്നാണ് പകുതിയിൽ കൂടുതൽ ആളുകളും ആ ഘട്ടം വരെ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള നടപടികൾ ഉണ്ടായതിനെ തുടർന്ന് അവിടെയുള്ള ബഹുഭൂരിപക്ഷം ആളുകളും സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വരികയുണ്ടായി. പിന്നീട് ഒട്ടും വൈകാതെ 1922 അവർക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ സാധ്യമായി. ഇനി നമുക്ക് പേർഷ്യയിലെ കുർദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഫോർട്ട് സിറ്റിയിലേക്ക് മടങ്ങിപ്പോകാം. അവിടെ ആ ഫോർട്ട് സിറ്റിയുടെ ഉള്ളിൽ നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യക്കാരുണ്ട്. 5 മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു നിവൃത്തിയും ഇല്ല എന്ന് വന്നപ്പോൾ ബ്രിട്ടീഷുകാർ കീഴടങ്ങി. അത് ബ്രിട്ടീഷുകാർക്ക് ഒരു വലിയ നാണക്കേടായിരുന്നു. തുർക്കിയോട് തോറ്റുപോയിരിക്കുന്നു. ബ്രിട്ടീഷുകാർ ഒരു വലിയ ശക്തിയാണെന്നുള്ളൊരു ധാരണ പരക്കെ ഈ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ട്. അതൊക്കെ പൊളിച്ചെഴുതുന്ന തരത്തിലുള്ള ഒരു പരാജയമാണ് അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതോടുകൂടി അവർക്ക് ഒരു കാര്യം ബോധ്യമായി, തങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഞങ്ങളോടൊപ്പം അറബികൾ കൂടി ഉണ്ടായിരിക്കണം. അറബികൾക്ക് അവരൊരു കപട വാഗ്ദാനം കൊടുത്തു. അറബ് സ്റ്റേറ്റുകൾ അവിടെ ധാരാളം ആ കാലഘട്ടങ്ങളിലുണ്ട്. അതിനു മുമ്പുള്ള കാലഘട്ടങ്ങളിലുമുണ്ട്, അതിനുശേഷമുള്ള കാലഘട്ടങ്ങളിലുമുണ്ട്. പക്ഷേ ഈ സംഭവ വികാസം നടക്കുന്ന ഘട്ടത്തിൽ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റുകളല്ല. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാം, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങൾ ഒരിക്കലും അതിക്രമിച്ച് കയറില്ലെന്ന് പറഞ്ഞിട്ട് അവരോട് യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറഞ്ഞു. ഇതിനുവേണ്ടി ബ്രിട്ടീഷുകാർ അയക്കുന്നത് ഒരു ബ്രിട്ടീഷ് ഓഫീസറായിട്ടുള്ള അറബി ഭാഷ നന്നായിട്ട് അറിയാവുന്ന, അറബികളോട് വളരെയധികം സ്നേഹമുള്ള തോമസ് എഡ്വേർഡ് ലോറൻസിനെയാണ്.
ഈ ഒരു കഥയാണ് ലോറൻസ് ഓഫ് അറേബ്യ എന്ന് പറയുന്ന വളരെ വിശ്വവിഖ്യാതമായിട്ടുള്ള ഒരു സിനിമയായിട്ട് പിന്നീട് മാറുന്നത്. ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള, നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ലോറൻസ് ഓഫ് അറേബ്യ. അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളതൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഈ കഥാ പശ്ചാത്തലത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ്. ബ്രിട്ടീഷുകാർ ഒരു വലിയ ചതിയാണ് ചെയ്തത്. കാരണം ഇത്തരത്തിലൊരു വാഗ്ദാനം കൊടുക്കുന്ന അതേ സമയത്ത് തന്നെ ഫ്രാൻസുമായിട്ട് അവർ ഒരു കരാറിൽ രഹസ്യമായിട്ട് ഒപ്പുവെച്ചിരുന്നു. സൈക്സ് പൈക്കോട്ട് എഗ്രിമെൻ്റ് എന്നാണ് അതിൻ്റെ പേര്. ആ എഗ്രിമെൻ്റ് അനുസരിച്ച് യുദ്ധത്തിനു ശേഷം ഇവർ വിജയിക്കുകയാണെങ്കിൽ അറേബ്യൻ സ്റ്റേറ്റുകളെ ഇവർ രണ്ടായിട്ട് പകുത്തെടുക്കും. ഉത്തരഭാഗം ഫ്രാൻസിന്, ബാക്കിയുള്ളതൊക്കെ ഇംഗ്ലണ്ടിന് സ്വന്തം. അതായത് കപട വാഗ്ദാനം കൊടുത്ത് അറബികളെ യുദ്ധത്തിലേക്ക് കൊണ്ടുവന്നു. അത് ബ്രിട്ടന് വലിയ രീതിയിലുള്ളൊരു നേട്ടമാണ് സമ്മാനിച്ചത്. ആ യുദ്ധത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത് തോമസ് എഡ്വേർഡ് ലോറൻസും അദ്ദേഹത്തിൻ്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്തായിട്ട് പിന്നീട് മാറിയ മെക്കയിലെ ഷെറീഫായ ഹുസൈൻ ബിൻ അലിയുമാണ്. മെയ് മാസം 15-ാം തീയതി ഓസ്ട്രോ ഹംഗേറിയന് ഇറ്റലിയുടെ ഉത്തരഭാഗത്തേക്ക് കടന്നു കയറാൻ സാധ്യമായി. കടന്നു കയറുകയും അവിടെയുള്ള അസൈഗോ എന്ന പ്രദേശം കീഴടക്കുകയും ചെയ്തു. ഈ യുദ്ധമാണ് ബാറ്റിൽ ഓഫ് അസൈഗോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മെയ് മാസം 31-ാം തീയതി നോർത്ത് സീയിൽ മറ്റൊരു യുദ്ധം നടന്നു, ബാറ്റിൽ ഓഫ് ജുറ്റ്ലാൻഡ്. അവിടെ കപ്പലുകൾ പരസ്പരം നേർക്കുനേർ നടത്തിയിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു. ഒരു ഭാഗത്ത് ബ്രിട്ടീഷുകാർ, മറ്റൊരു ഭാഗത്ത് ജർമ്മൻകാർ. എന്നാൽ ആ യുദ്ധത്തിൻ്റെ ഇടയിൽ എപ്പോഴോ ജർമ്മൻ ഒന്ന് പിഴച്ചു. എന്താണ് ആ തെറ്റെന്ന് നമുക്ക് എപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അവർ അവരുടെ കപ്പലുകളെ പൂർണ്ണമായിട്ടും അവിടെ നിന്നും അവരുടെ ബേസിനിലേക്ക് തിരികെ കൊണ്ടുപോയി. ഇന്നും അറിയത്തില്ല എന്തുകൊണ്ടാണ് അവർ തിരികെ പോയതെന്ന്. പക്ഷേ ഈ യുദ്ധം ബ്രിട്ടന് ഒരു വലിയ നേട്ടമാണ് സമ്മാനിച്ചത്. ബാറ്റിൽ ഓഫ് ജുറ്റ്ലൻഡ് അവർ സ്ട്രാറ്റജിക്കലി സ്വന്തമാക്കി. ഏപ്രിൽ മാസത്തിൽ ബാറ്റിൽ ഓഫ് വെർഡനും ബാറ്റിൽ ഓഫ് അസിയാഗോവും അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തി. തങ്ങൾ പരാജയപ്പെട്ടു പോകുമെന്നുള്ള ഒരു തോന്നൽ അലെ എൻഡറ്റയ്ക്ക് തോന്നി. അതിനെ തുടർന്ന് അവർ വളരെ പെട്ടെന്ന് തന്നെ ചില ഡിസിഷനുകൾ എടുത്തു. വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും ആക്രമിക്കുക. ഫ്രാൻസും ബ്രിട്ടനും ചേർന്ന് പടിഞ്ഞാറ് ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തും. അതേസമയം റഷ്യയും ആക്രമിക്കണം. റഷ്യയിലാണ് അവർക്ക് ഒരു കൺഫ്യൂഷൻ ഉള്ളത്. കാരണം റഷ്യയ്ക്ക് ഇപ്പോൾ ഒരുപാട് പരാജയങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അവിടെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ആഭ്യന്തര ലഹള പോലും നടക്കുന്നുണ്ട്. എങ്കിൽ പോലും ഒരു രക്ഷയുമില്ല. എത്രയും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തേ മതിയാവുകയുള്ളൂ, അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ആദ്യം ആക്രമിക്കുന്നത് റഷ്യയാണ്. റഷ്യ പടിഞ്ഞാറ് ഭാഗത്തു നിന്നും ആക്രമിച്ചു തുടങ്ങുന്നു. മുൻപുണ്ടായിരുന്ന പരാജയങ്ങളെയൊക്കെ കവച്ചു വെച്ചുകൊണ്ട് ഇത്തവണ അവർക്ക് വിജയിക്കാൻ സാധ്യമായി. അവർ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഏതാണ്ട് 100 കിലോമീറ്ററോളം വരുന്ന പ്രദേശം അഡ്വാൻസ് ചെയ്യാൻ സാധ്യമായി. അവിടെ ഉണ്ടായിരുന്ന ഏതാണ്ട് ആണുങ്ങളെ എല്ലാവരെയും ഇവർ തടവിലാക്കി. കൃത്യമായിട്ട് പറഞ്ഞാൽ 2 ലക്ഷത്തോളം വരുന്ന തടവ് പുള്ളികളെയാണ് റഷ്യ ക്യാപ്ചർ ചെയ്യുന്നത്. ഇതിന് അല്പം വൈകി, അതായത് ഈ യുദ്ധം ആരംഭിച്ച് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഫ്രാൻസും ബ്രിട്ടനും തുടരെ കുറേയധികം യുദ്ധങ്ങൾ പടിഞ്ഞാറ് ഭാഗത്ത് ആരംഭിച്ചു. ഈ യുദ്ധങ്ങൾക്ക് ഇടയിലാണ് ബ്രിട്ടീഷുകാരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു ദിനമുണ്ടായത്. അത് ജൂലൈ മാസം 1-ാം തീയതിയാണ്. പടിഞ്ഞാറൻ വാർസോണാണ് ജർമ്മനിയുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ട്രെഞ്ച് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കിടങ്ങുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള യുദ്ധമാണ്. ആദ്യം ബ്രിട്ടീഷുകാർ കുറേയധികം ആർട്ടിലറികൾ ഒരേ സമയം പ്രവർത്തിപ്പിച്ചു. ജർമ്മൻ ട്രെഞ്ചിലുള്ള പട്ടാളക്കാർ മരിച്ചു കാണും, അല്ലെങ്കിൽ അവരവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട് കാണും എന്നുള്ള ധാരണയോടുകൂടി നൊമാൻസ് ലാൻഡിലേക്ക് ബ്രിട്ടീഷ് സൈന്യം ഓടിച്ചെന്നു. അവരുടെ കയ്യിലുള്ള മെഷീൻ ഗണ്ണുകൾ പ്രവർത്തിപ്പിച്ചു. എന്നാൽ അവർ ഓടിപ്പോകുന്നത് മരണത്തിലേക്കാണെന്ന് അവർക്ക് ആ സമയത്തൊന്നും മനസ്സിലായിരുന്നില്ല. കാരണം ആ ട്രെഞ്ചിലുള്ള പട്ടാളക്കാർക്ക്, ജർമ്മൻ പട്ടാളക്കാർക്ക് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അവരവരുടെ മെഷീൻ ഗണ്ണുകൾ ആ ട്രെഞ്ചിൻ്റെ സുരക്ഷയിൽ ഇരുന്നു കൊണ്ട് തന്നെ പ്രവർത്തിപ്പിച്ചു. ഓടി വരുന്ന സൈനികർ അനേകം കൊല്ലപ്പെട്ടു. ആ ഒറ്റ ദിവസം തന്നെ 57,000-ൻ്റെ കാഷ്വാലിറ്റിയാണ് ബ്രിട്ടീഷുകാർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ആ 57,000-ൽ 20,000 പേർ മരണമടഞ്ഞു. ബാക്കിയുള്ള 37,000 പേർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുകളേറ്റു. ഏറ്റവും നിരാശകരമായിട്ടുള്ള കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഈ 57,000 പേരും ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ ഒരു പ്രദേശത്തു നിന്ന് വന്നിട്ടുള്ള പട്ടാളക്കാരായിരുന്നു എന്നതാണ്. കാരണം ഈ യുദ്ധങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത് പട്ടാളക്കാർ മാത്രമല്ല, പെട്ടെന്ന് തന്നെ ട്രെയിൻ ചെയ്ത് ഒരു പ്രദേശത്തുള്ള ആളുകളെ, അല്ലെങ്കിൽ ചെറുപ്പക്കാരെ എല്ലാവരെയും പട്ടാളത്തിലേക്ക് എടുക്കുന്ന ഒരു ഏർപ്പാടുമുണ്ട്. അത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അത്തരത്തിൽ ഒരു മേഖലയിൽ നിന്ന് എടുത്തിട്ടുള്ള ചെറുപ്പക്കാർ മുതൽ മധ്യവയസ്കർ വരെയുള്ള ഒരു വലിയ കൂട്ടം പുരുഷന്മാരാണ് അതിലുണ്ടായിരുന്നത്.
ആ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്ന ആളുകൾ, ചെറുപ്പക്കാരായിട്ടുള്ള ആണുങ്ങൾ എല്ലാവരും മരിക്കുകയോ അല്ലെങ്കിൽ മരിച്ചതിന് തുല്യമായി മാറുകയോ ചെയ്തു. റൊമേനിയ ഇതുവരെ ന്യൂട്രലായിട്ട് നിന്നിട്ടുള്ള ഒരു രാജ്യമാണ്. പക്ഷേ അവർക്ക് ആ യുദ്ധത്തിൽ വലിയ പങ്കുണ്ട്. കാരണം വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് അവരുടെ രാജ്യത്തിൻ്റെ കിടപ്പ്. ആ രാജ്യത്തിൻ്റെ ഉത്തരഭാഗത്തായിട്ട് ഓസ്ട്രോ ഹംഗേറിയൻ എന്ന് പറയുന്ന വലിയ രാജ്യമാണ്. അവരുടെ കിഴക്ക് വടക്ക് ഭാഗത്തായിട്ട് വരുന്നത് അതിനേക്കാൾ വലിയ രാജ്യമായിട്ടുള്ള റഷ്യയുമാണ്. പക്ഷേ ഇവർ ആരോടൊപ്പം ചേരും? റൊമേനിയയുടെ സ്വപ്നം പാൻ റൊമേനിയ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യം ഉണ്ടാക്കുക എന്നതാണ്. റൊമേനിയ ഒരു പ്രത്യേക എത്നിക് ഗ്രൂപ്പിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ്. ആ റൊമേനിയക്കാർ എല്ലാവരും ഈ റൊമേനിയ, അതായത് ഇപ്പോൾ 1916 റൊമേനിയയുടെ ഭാഗമല്ല. കുറേയധികം പേർ ട്രാൻസിൽവാനിയയിലാണ്. ട്രാൻസിൽവാനിയ സ്ഥിതി ചെയ്യുന്നത് റൊമേനിയയിലല്ല, റൊമേനിയയുടെ അതിർത്തി പങ്കിടുന്ന ഓസ്ട്രോ ഹംഗേറിയൻ്റെ ഭാഗത്താണ്. ആ പ്രദേശം കൂടി ഇവർക്ക് കിട്ടുകയാണെങ്കിൽ അത് അവരുടെ സ്വപ്നമായിരിക്കും സാഫല്യമാവുക. ബ്രിട്ടനും ഫ്രാൻസും ഇതേ തന്ത്രം തന്നെ റൊമേനിയയുടെ മുൻപിൽ അവതരിപ്പിച്ചു. ഈ യുദ്ധത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസിൽവാനിയ സ്വന്തമാക്കാം, നിങ്ങളുടെ സ്വപ്നമായിട്ടുള്ള പാൻ റൊമേനിയ എന്ന് പറയുന്ന ആ ഒരു സങ്കല്പം യാഥാർത്ഥ്യമാക്കാം. അങ്ങനെ 1916 ഓഗസ്റ്റ് മാസത്തിൽ ട്രീറ്റി ഓഫ് ബുക്കാറസ്റ്റിൽ റൊമേനിയ സൈൻ ചെയ്ത് യുദ്ധത്തിൻ്റെ ഭാഗമായി മാറി. ഓഗസ്റ്റ് മാസം 27 റൊമേനിയ ഓസ്ട്രോ ഹംഗേറിയനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അവരുടെ അതിർത്തി പ്രദേശത്തുള്ള മലനിരകളാണ് കർപ്പാത്തിയൻ മലനിരകൾ. ആ കർപ്പാത്തിയൻ മലനിരകളുടെ ഇടയിലൂടെ അവർ നുഴഞ്ഞു കയറി. ലക്ഷ്യസ്ഥാനമായ ട്രാൻസിൽവാനിയ വരെ അവർക്ക് പിടിച്ചെടുക്കാൻ സാധ്യമായി. അതിന് ഒട്ടും തന്നെ വിയർപ്പൊഴുക്കേണ്ടി വന്നില്ല. കാരണം ഓസ്ട്രോ ഹംഗേറിയൻ്റെ പട്ടാളക്കാരുടെ ഒന്നും സാന്നിധ്യം ഈ മേഖലയിൽ അപ്പോൾ ഉണ്ടായിരുന്നില്ല. ഓസ്ട്രോ ഹംഗേറിയൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാകുമെന്ന്. അവരുടെ സൈന്യത്തെ പല ഭാഗങ്ങളിലായിട്ട്, യുദ്ധ മേഖലകളിലായിട്ട് വിന്യസിച്ചിരിക്കുകയായിരുന്നു. ഇങ്ങനൊരു ആക്രമണം റൊമേനിയയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് മനസ്സിലാക്കിയപ്പോൾ ഓസ്ട്രോ ഹംഗേറിയൻ പല ഭാഗങ്ങളിലുള്ള അവരുടെ പട്ടാളക്കാരെ കുറേശ്ശെയായിട്ട് വരുത്തി. അതിനുശേഷം അവരെ ട്രാൻസിൽവാനിയയിലേക്ക് അയച്ചു. അവർക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടി വന്നില്ല. കാരണം ഓസ്ട്രോ ഹംഗേറിയനെ വെച്ച് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ കുറെ കൂടെ ദുർബലമായിട്ടുള്ള ഒരു സേനയാണ് റൊമേനിയയ്ക്കുള്ളത്. ആ സമയത്ത് റൊമേനിയയ്ക്ക് അയൽരാജ്യമായിട്ടുള്ള റഷ്യയുടെ ഒരു സപ്പോർട്ട് കിട്ടിയിരുന്നില്ല. അത് മനഃപൂർവ്വം റഷ്യ സഹായിക്കാതിരുന്നതല്ല. റഷ്യയ്ക്ക് അവരുടേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും യുദ്ധ മേഖലകളും ഒക്കെ ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട പട്ടാളക്കാരൊക്കെ ആ മേഖലയിലാണ് പ്രവർത്തിച്ചിരുന്നത്. ട്രാൻസിൽവേനിയയിൽ വളരെ ഈസി ആയിട്ട് തന്നെ ഓസ്ട്രോ ഹംഗേറിയന് റൊമേനിയയെ പരാജയപ്പെടുത്താൻ സാധിച്ചു. അവിടെ പരാജയപ്പെടുത്തി ട്രാൻസിൽവാനിയ തിരിച്ചു പിടിച്ചു എന്ന് മാത്രമല്ല, പിന്നീട് അവർക്ക് യുദ്ധം റൊമേനിയയിലേക്ക് കൂടി നീട്ടിക്കൊണ്ടുപോകാൻ സാധ്യമായി. റൊമേനിയ പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്തി. ബുക്കാറസ്റ്റിൽ ആദ്യമായിട്ട് ഓസ്ട്രോ ഹംഗേറിയൻ്റെ കൊടി പാറി. റൊമേനിയയിൽ ഉണ്ടായിരുന്ന സൈന്യം അവിടെ നിന്ന് പൂർണ്ണമായിട്ടും പിൻവാങ്ങി. കുറേയധികം പേർ യുദ്ധത്തിൽ മരിച്ചിരുന്നു. അവശേഷിച്ച ആളുകൾ നേരെ റഷ്യയിലേക്കാണ് പലായനം ചെയ്തത്. റഷ്യയിൽ പോയി റഷ്യൻ സൈന്യത്തോടൊപ്പം തന്നെ യുദ്ധം ചെയ്ത് റൊമേനിയ തിരിച്ചു പിടിക്കാൻ വേണ്ടി അവർ അക്ഷീണം പ്രയത്നിക്കാൻ തീരുമാനിച്ചു. സെപ്റ്റംബർ മാസം 15 ബാറ്റിൽ ഓഫ് ഫ്ലെർസിൽ ബ്രിട്ടൻ ഒരു പുതിയ ആയുധം വെളിയിലേക്കെടുത്തു. അത് ടാങ്കുകളാണ്. ആദ്യമായിട്ടാണ് ടാങ്കുകൾ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. പക്ഷേ അതുകൊണ്ടൊരു വലിയ നേട്ടമൊന്നും ഉണ്ടാക്കിയെടുക്കാൻ ബ്രിട്ടന് സാധിച്ചില്ല. എണ്ണത്തിൽ വളരെയധികം കുറവായിരുന്നു ടാങ്കുകൾ. മാത്രമല്ല പല ഘട്ടങ്ങളിലും അവർക്ക് യന്ത്ര തകരാറുകൾ നേരിടേണ്ടി വന്നു. കാരണം ആദ്യമായിട്ട് വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു യുദ്ധ സാമഗ്രിയാണല്ലോ, അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. യുദ്ധത്തിൽ അവർക്ക് കാര്യമായിട്ടുള്ള നേട്ടമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഇറ്റാലിയൻ മേഖലയിൽ പിന്നെയും ഒരുപാട് യുദ്ധങ്ങൾ നടന്നു. യുദ്ധമെല്ലാം ഇസോൺസോ റിവറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു. അതിൻ്റെ തീരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരുന്നു. ബാറ്റിൽ ഓഫ് ഇസോൺസോ 7, 8, 9 അങ്ങനെ പേരിൽ ഒരുപാട് യുദ്ധങ്ങൾ അവിടെ നടന്നു. ആ യുദ്ധങ്ങളിൽ ആർക്കും കാര്യമായിട്ടുള്ള നേട്ടങ്ങളൊന്നും സ്വന്തമാക്കാൻ സാധിച്ചില്ല. 1916 സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലായിരുന്നു ഈ യുദ്ധങ്ങൾ നടന്നത്. ആ യുദ്ധത്തിൽ 67,000-ഓളം വരുന്ന സൈന്യത്തെ ഇറ്റലിക്ക് നഷ്ടമായി. ഓസ്ട്രോ ഹംഗേറിയൻ്റെ നഷ്ടം 63,000 ആയിരുന്നു. ബാറ്റിൽ ഓഫ് വെർഡണിലും ബാറ്റിൽ ഓഫ് അസിയാഗോയിലുമുള്ള ജർമ്മൻ പട്ടാളക്കാരുടെയും ഓസ്ട്രോ ഹംഗേറിയൻ പട്ടാളക്കാരുടെയും എണ്ണം കുറയ്ക്കാൻ വേണ്ടി മറ്റ് സ്ഥലങ്ങളിൽ റഷ്യയും അതുപോലെ ഫ്രാൻസും ബ്രിട്ടനും യുദ്ധം ആരംഭിച്ച കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഫ്രാൻസും ബ്രിട്ടനും ഉത്തര പടിഞ്ഞാറ് മേഖലകളിൽ നടത്തിയിട്ടുള്ള യുദ്ധത്തിൻ്റെ പേരാണ് ബാറ്റിൽ ഓഫ് സോം. ബാറ്റിൽ ഓഫ് സോം അവസാനിക്കുന്നത് നവംബർ മാസം 18 6 മാസത്തോളം നീണ്ടു നിന്ന ആ യുദ്ധത്തിൽ വെറും 16 കിലോമീറ്റർ മാത്രമാണ് ബ്രിട്ടനും ഫ്രാൻസിനും അഡ്വാൻസ് ചെയ്യാൻ സാധിച്ചത്.
ഈ 16 കിലോമീറ്ററുകൾ പിടിച്ചടക്കുന്നതിനിടയിൽ അവർക്ക് നഷ്ടമായത് 6 ലക്ഷത്തോളം വരുന്ന പട്ടാളത്തെയാണ്. ജർമ്മനിയുടെ നഷ്ടം 4.5 ലക്ഷം പട്ടാളക്കാരായിരുന്നു. പക്ഷേ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും ഇത് അവരുടെ ഒരു വലിയ വിജയമായിട്ടാണ് എടുത്തത്. കാരണം ഇങ്ങനെയാണ് യുദ്ധം പോകുന്നതെങ്കിൽ ജർമ്മൻ പട്ടാളക്കാർ പൂർണ്ണമായിട്ടും ഇല്ലാതെയാകും, അല്ലെങ്കിൽ ജർമ്മനിയിലെ ആണുങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതെയാകും. കാരണം ഫ്രാൻസും ബ്രിട്ടനും അതുപോലെ റഷ്യയും കൂടെ ചേർത്ത് വെച്ചാൽ അവർക്കാണ് കൂടുതൽ ജനസംഖ്യയുള്ളത്, അല്ലെങ്കിൽ കൂടുതൽ പുരുഷന്മാർ അല്ലെങ്കിൽ പട്ടാളക്കാരുള്ളത്. വളരെ നീചമായിട്ടുള്ളൊരു ചിന്താഗതിയാണ്. പക്ഷേ ഈ യുദ്ധത്തിൽ അത്തരത്തിലുള്ള നീചമായിട്ടുള്ള ചിന്താഗതിയൊന്നുമില്ല. യുദ്ധത്തിൽ തന്ത്രങ്ങൾ മാത്രമാണുള്ളത്. 1916 യുദ്ധങ്ങൾ അവസാനിക്കുന്നത് ബുക്കാറസ്റ്റ് പൂർണ്ണമായിട്ടും ഓസ്ട്രോ ഹംഗേറിയൻ കീഴടക്കുന്നതിലൂടെയായിരുന്നു. അതിനുശേഷം തുടർച്ചയായിട്ട് പിന്നെയും നടക്കുകയാണ്. എന്നാൽ ആ യുദ്ധങ്ങളുടെ വർഷം 1916 അല്ല, 1917 ആണെന്ന് മാത്രം. 1917 തുടക്കത്തിൽ അമേരിക്കൻ പ്രസിഡന്റായ വുഡ്രോ വിൽസൺ ചില സമാധാന ചർച്ചകളുമായിട്ട് മുന്നോട്ട് വന്നിരുന്നു. രണ്ട് കൂട്ടരോട് സംസാരിച്ചു. പക്ഷേ ആർക്കും യുദ്ധത്തിൽ നിന്ന് പിന്മാറണ്ട, അവർക്ക് പ്രദേശങ്ങൾ കൂടുതൽ അവരുടെ പേരിലാക്കി മാറ്റണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ജർമ്മനി യുദ്ധം കുറച്ചുകൂടെ കടുപ്പിക്കാൻ തീരുമാനിച്ചു. ബ്രിട്ടൻ ലക്ഷ്യമായി വരുന്ന സകല കപ്പലുകളെയും, അതിനിപ്പോൾ അമേരിക്കയിൽ നിന്ന് വരുന്ന കപ്പലുകളാണെങ്കിൽ പോലും, അതിനെ ആക്രമിക്കാൻ അവർ തീരുമാനിച്ചു. അത്തരത്തിൽ അവർ ആക്രമിച്ച പ്രധാനപ്പെട്ട ഒരു US ഷിപ്പാണ് SS ഹൗസ്റ്റാറ്റോണിക്. ഈ ഒരു അപകടത്തെ തുടർന്ന് അനവധി അമേരിക്കൻ പൗരന്മാരാണ് മരണമടഞ്ഞത്. യുദ്ധക്കോപ്പുകളുമായിട്ട് പോയിട്ടുള്ള ഒരു കപ്പലായിരുന്നില്ല, ഗോതമ്പുമായിട്ട് പോയിട്ടുണ്ടായിരുന്ന ഒരു കപ്പലായിരുന്നു. അമേരിക്കയ്ക്ക് ഇത് താങ്ങാൻ സാധിക്കുമായിരുന്നില്ല. അവിടെയുള്ള ജനങ്ങൾ തന്നെ മുറവിളി കൂട്ടി. പക്ഷേ വുഡ്രോ വിൽസൺ അപ്പോഴും സമാധാനത്തിൻ്റെ പാതയിലാണ് പോയത്. എന്നാൽ ഈ സമയത്ത് UK ഒരു ടെലഗ്രാം സന്ദേശം ചോർത്തിയെടുത്തിരുന്നു. ജർമ്മനി മെക്സിക്കോയിലേക്ക് അയച്ചു കൊടുത്തിട്ടുള്ള ഒരു സന്ദേശമാണ്. ജർമ്മനിയിലെ ആ കാലഘട്ടത്തിലെ ഫോറിൻ മിനിസ്റ്റർ ആയിരുന്ന സിമ്മർമൻ ആണ് മെക്സിക്കോയിലെ അവരുടെ അംബാസഡർക്ക് ഒരു ടെലഗ്രാം സന്ദേശം അയക്കുന്നത്. ആ സന്ദേശം അനുസരിച്ച് അമേരിക്ക എപ്പോൾ വേണമെങ്കിലും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കാം. അങ്ങനെ യുദ്ധം പ്രഖ്യാപിച്ചാലും അവർക്ക് പെട്ടെന്ന് സൈനികരെ ജർമ്മനിയിലേക്ക് അയക്കാനൊന്നും സാധിക്കുകയില്ല. കാരണം ഒരുപാട് ദൂരമുണ്ട്. USA നമ്മളെ ആക്രമിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ മെക്സിക്കോയിൽ ഇരുന്നു കൊണ്ട് ടെക്സാസും ന്യൂ മെക്സിക്കോയും അരിസോണയും നമുക്ക് കീഴടക്കണം. ഈ ഒരു സന്ദേശം ചോർന്നു കിട്ടിയതോടുകൂടി അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള വുഡ്രോ വിൽസന്റെ മുൻപിൽ യുദ്ധം പ്രഖ്യാപിക്കുകയല്ലാതെ മറ്റൊരു മാർഗം ഉണ്ടായിരുന്നില്ല. പോളിസിപരമായിട്ടുള്ള മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. ബ്രിട്ടനും അതുപോലെ ഫ്രാൻസിനും കോടിക്കണക്കിന് അമേരിക്കൻ ഡോളേഴ്സാണ് വുഡ്രോ വിൽസൺ അല്ലെങ്കിൽ അമേരിക്ക കടമായിട്ട് കൊടുത്തിരിക്കുന്നത്. സെൻട്രൽ പവർ ഈ യുദ്ധത്തിലൂടെ വിജയിക്കുകയാണെങ്കിൽ പിന്നെ ബ്രിട്ടനുമില്ല, ഫ്രാൻസുമില്ല. സെൻട്രൽ പവർ മാത്രമാണ്, അല്ലെങ്കിൽ അവരുടെ അലയിൽപ്പെട്ടിട്ടുള്ള രാജ്യങ്ങൾ മാത്രമാണുള്ളത്. ബ്രിട്ടനും ഫ്രാൻസും ഇല്ലെങ്കിൽ ഈ കൊടുത്ത കടമൊക്കെ എങ്ങനെയാണ് തിരിച്ചു പിടിക്കുക? മറ്റൊരു റീസൺ, അമേരിക്കയുടെ ഐഡിയോളജിയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഐഡിയോളജി ഉള്ള രാജ്യങ്ങളാണ് ഈ സെൻട്രൽ പവറിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഈ രാജ്യങ്ങളെല്ലാം കീഴ്പ്പെടുത്തി ഒരു വലിയ ശക്തിയായിട്ട് മാറിക്കഴിഞ്ഞാൽ അമേരിക്കയെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഈ കാര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ മാസം 6-ാം തീയതി അമേരിക്ക ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അങ്ങനെ ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായ അമേരിക്കയുടെ രംഗപ്രവേശനം സാധ്യമായി. ഈ ഒരു രംഗപ്രവേശനം സാധ്യമായെങ്കിൽ പോലും ഇത് ശരിക്കും യുദ്ധമായിട്ട് മാറണമെങ്കിൽ കുറേ സമയമെടുക്കും. കാരണം ദൂരം ഒരു വലിയ പ്രശ്നമാണ്. കൂടാതെ അമേരിക്കയുടെ ആർമിയെ മൊബിലൈസ് ചെയ്യുന്നതും ഒരു വലിയ ദൗത്യമാണ്. ഇതിനിടയിൽ ജർമ്മനി വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ടേയിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ നാശങ്ങൾ ഉണ്ടായത് അമേരിക്കയ്ക്കാണ്. അമേരിക്ക പിന്നെയും തുടർച്ചയായിട്ട് പല കപ്പലുകൾ UK അയക്കുന്നുണ്ടായിരുന്നു. കാരണം UK ഈ കാർഗോ ഷിപ്പുകൾ എത്തിച്ചേരണം. അങ്ങനെ എത്തിച്ചേർന്നില്ലെങ്കിൽ UK നിലനിൽക്കാൻ സാധിക്കുകയില്ല. അവർ പട്ടിണി കിടന്ന് മരിക്കും. അവർക്ക് സറണ്ടർ ചെയ്യാതെ മറ്റൊരു നിവൃത്തിയുമില്ല. ഏപ്രിൽ മാസത്തിൽ മാത്രം ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് 500ഓളം മെർച്ചൻ്റ് കപ്പലുകൾ ബ്രിട്ടൻ ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ടു. ഈ 500 കപ്പലുകളെയും പൂർണ്ണമായിട്ടും നശിപ്പിക്കാൻ ബോട്ടുകൾ ഉപയോഗിച്ചിട്ട് ജർമ്മനിക്ക് സാധ്യമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയെന്ന് സ്വയം അഹങ്കരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ നാശത്തിൻ്റെ വക്കിലെത്തിച്ചേർന്നിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും അവർ സറണ്ടർ ചെയ്യാം. അവർ സറണ്ടർ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ കോളനികൾ പിന്നീട് ബ്രിട്ടീഷുകാരുടെ കോളനി അല്ല, ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ സെൻട്രൽ പവറിൻ്റെ ഭാഗമായി മാറും. ജർമ്മനിയുടെയോ
അല്ലെങ്കിൽ ഓസ്ട്രോ ഹംഗേറിയൻ്റെയോ അതുമല്ലെങ്കിൽ തുർക്കികളുടെയോ അണ്ടറിലായിട്ട് ഇന്ത്യ മാറും. ഇന്ത്യ മാത്രമല്ല, ബ്രിട്ടനും അയർലൻഡും ആഫ്രിക്കയിലുള്ള പല കോളനികളും ന്യൂസിലാൻഡും ഓസ്ട്രേലിയയും ഒക്കെ ഇങ്ങനെ മാറുന്നതാണ്. റഷ്യയിലെ അവസ്ഥ ഇതിലും ദാരുണമാണ്. അവിടെ ഒരുപാട് പട്ടിണി മരണങ്ങൾ ഇപ്പോൾ തന്നെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആളുകൾ വെളിയിലേക്ക് സമരവുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. അവർക്ക് ഭക്ഷണം വേണം. റഷ്യൻ റവല്യൂഷൻ അവിടെ ആരംഭിക്കുകയാണ്. ഈ റഷ്യൻ റവല്യൂഷൻ നിക്കോളാസ് രണ്ടാമൻ്റെ നേർക്ക് തന്നെ വരാൻ ഒരു പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം മുമ്പ് നടത്തിയിട്ടുള്ള ഒരു നടപടിയാണ്. അദ്ദേഹം സ്വയം സുപ്രീം കമാൻഡറായിട്ട് മാറി. അതിൻ്റെ അർത്ഥം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിലെ പരാജയങ്ങൾക്കൊക്കെ കാരണം നിക്കോളാസ് രണ്ടാമനാണ്. മുമ്പുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരനെ തന്നെ ആ സ്ഥാനത്ത് നിർത്തിയിരുന്നെങ്കിൽ ആ ഒരു പരാജയത്തിൻ്റെ എല്ലാം ക്ഷീണം ആ വ്യക്തി മാത്രം അനുഭവിച്ചാൽ മതിയായിരുന്നു. പക്ഷേ നിക്കോളാസ് രണ്ടാമന് ഇപ്പോൾ രണ്ട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു. ഒന്ന്, തൻ്റെ രാജ്യത്തുള്ള വലിയ പട്ടിണി കാരണം ഉണ്ടാകുന്ന മരണം. അതിനു പുറമെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ദാരുണമായിട്ടുള്ള തോൽവികൾ. ഈ തോൽവികൾക്കിടയിൽ നടക്കുന്ന റഷ്യൻ റവല്യൂഷനെ അദ്ദേഹത്തിന് അടിച്ചമർത്തണം. ആ റഷ്യൻ റവല്യൂഷനെ അടിച്ചമർത്താൻ വേണ്ടി സൈന്യത്തെ പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ യുദ്ധത്തിൽ തങ്ങളെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഓസ്ട്രോ ഹംഗേറിയനെതിരെയും ജർമ്മനിക്കെതിരെയും സൈന്യത്തെ വിന്യസിക്കുന്നുണ്ട്. റഷ്യയും പരാജയത്തിൻ്റെ വക്കിലാണ്. സെൻട്രൽ പവർ അധികാരത്തിലേക്ക് വരുന്നു. അവർ യുദ്ധം വിജയിക്കാൻ പോകുന്നു. ഏതു നിമിഷവും ആ യുദ്ധത്തിൻ്റെ വിജയം നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെ അവർ വിജയിക്കാൻ പാടില്ലെങ്കിൽ ഒരു അത്ഭുതം സംഭവിക്കണം. ഒരു അത്ഭുതം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക എന്ന അത്ഭുതം ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അത് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ കഥ മൊത്തത്തിൽ മാറും. എങ്ങനെയാണ് ആ മാറ്റം സംഭവിച്ചത്? പിന്നീടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? പിന്നീടുള്ള യുദ്ധ സ്ട്രാറ്റജികൾ എന്തൊക്കെയായിരുന്നു? അമേരിക്ക എങ്ങനെയാണ് ഈ സെൻട്രൽ പവറിനെ കശാപ്പ് ചെയ്തത്? അടുത്ത എപ്പിസോഡിൽ, അവസാനത്തെ എപ്പിസോഡിൽ നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ പരിശോധിക്കാം. ഈ വീഡിയോയ്ക്ക് എപ്പോഴാണോ 2000 ലൈക്സ് കിട്ടുന്നത് അപ്പോൾ ഈ വീഡിയോയുടെ അവസാനത്തെ അല്ലെങ്കിൽ ഈ വീഡിയോ സീരീസിൻ്റെ അവസാനത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഞാൻ 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം. ആ 25 മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ അനായാസമായിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്നതാണ്. ബ്രൈറ്റ് കേരളേറ്റിൻ്റെ വെബ്സൈറ്റിലും ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലും ഈ ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 3000 രൂപയാണ് കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക.